നമസ്കാരം. തോൽവിയുടെ കാരണമായി CPM കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തുന്നതിൽ പ്രധാനം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കോൺഗ്രസിന് പോയതാണ്. SNDP നേതൃത്വത്തിന്റെ BJP ബന്ധം സംശയകരമാണെന്ന് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ആറ്റിങ്ങലിലും ആലപ്പുഴയിലും പാർട്ടി വോട്ടുകൾക്ക് ചോർച്ചയുണ്ടായി. SDPI, ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളുമായുള്ള മുസ്ലിം ലീഗിന്റെ ബന്ധം തുറന്നു കാട്ടണം. ക്രൈസ്തവ സമൂഹത്തിനിടയിലെ മുസ്ലിം വിരുദ്ധ മനോഭാവം മുതലാക്കിയത് BJP ആണ്. ന്യൂനപക്ഷ പ്രീണനമെന്ന പ്രചാരണത്തെ പ്രതിരോധിക്കണം. ഇതൊക്കെയാണ് കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച അവലോകന റിപ്പോർട്ട് പറയുന്നത്. CPM കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് കൂടാതെ പാർട്ടിയുടെ മുഴുവൻ ഘടനകളിലും ധാർഷ്ട്യവും അഹങ്കാരവും നിലനിൽക്കുന്നു എന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതുകൂടാതെ ഇന്നലെ ഡോക്ടർ തോമസ് ഐസക് കേന്ദ്ര കമ്മിറ്റി അംഗം അദ്ദേഹത്തിൻ്റെതായി വന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ തിരുത്തി എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തും എന്നുകൂടി അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. തിരുത്താൻ തുടങ്ങുന്ന CPMന്റെ ഈ കണ്ടെത്തലുകളിലെ നെല്ലും പതിരുമെന്താ? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മളൊപ്പം അതിഥികളായി CPM നേതാവ് M പ്രകാശൻ മാസ്റ്റർ, ഇടത് നിരീക്ഷകൻ ഡോക്ടർ ആസാദ്, മാധ്യമപ്രവർത്തകൻ PJ കുട്ടി എന്നിവർ. ആദ്യം ഡോക്ടർ ആസാദിലേക്ക്. ഡോക്ടർ ആസാദ്, കേന്ദ്ര കമ്മിറ്റിയുടേതായി പുറത്തു വന്ന കുറച്ച് വിവരങ്ങൾ, ആ റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ മാത്രമാണ് മാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായി പറയുന്നൊരു കാര്യം, പാർട്ടി വോട്ടുകളിൽ ആറ്റിങ്ങൽ, ആലപ്പുഴ മണ്ഡലങ്ങളിൽ ചോർച്ചയുണ്ടായി എന്ന് പാർട്ടി തന്നെ സമ്മതിക്കുന്നതാണ്. മറ്റൊന്ന്, ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിന് പോയി, അത് 2019 സംഭവിച്ചിരുന്നു എന്നും പറയുന്നു. മൂന്നാമത്തെ കാര്യം, SNDP നേതൃത്വത്തിൻ്റെ BJPയുമായുള്ള സംശയകരമായ ബന്ധത്തെക്കുറിച്ചും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പാർട്ടി വളരെ സീരിയസ് ആയ തിരുത്തൽ പ്രക്രിയയിലാണെന്ന് MV ഗോവിന്ദൻ മാസ്റ്ററും ഡോക്ടർ തോമസ് ഐസക്കും പറയുന്നു. തിരുത്തുക മാത്രമല്ല, തിരുത്തിയെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുമെന്ന് ഐസക് ഫേസ്ബുക്കിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കണ്ടെത്തലുകൾ തിരുത്തലിന് എത്രമാത്രം സഹായകരമാണ്? CPMന്റെ വോട്ടുകൾ BJPക്ക് ഉൾപ്പെടെ പോയി എന്ന് ഡോക്ടർ തോമസ് ഐസക്കിന്റെ ഇന്നലത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നുണ്ട്. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ആ തരത്തിൽ പുറത്തിറക്കിയ രേഖ നമ്മുടെ മുന്നിൽ, ഞാൻ വായിച്ചിട്ടില്ല, വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. പക്ഷേ വളരെ എക്കോ വരുന്നുണ്ട്. ഒന്ന് അത് ശരിയാക്കണം പ്ലീസ്, അങ്ങ് പറഞ്ഞോളൂ. ഓക്കെ. അപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വലിയ തോതിൽ പോകുന്നുണ്ട്, CPMന് കിട്ടുന്നില്ല. CPMന് വന്നുകൊണ്ടിരുന്ന വോട്ട് ഒരു പരിധിക്കപ്പുറം ഭൂരിപക്ഷ വർഗീയതയുടെ ഫാഷിസ്റ്റ് കക്ഷിയുടെ താമരയിലേക്ക് പോവുകയും ചെയ്തു. ഇതൊരു സവിശേഷമായൊരു പ്രക്രിയ, ഒരു പ്രവണതയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ന്യൂനപക്ഷങ്ങളുടെ വോട്ട് CPMന് കിട്ടിക്കൊണ്ടിരുന്ന കാലത്ത് അത് കൈവന്നത് ഏതെങ്കിലും ന്യൂനപക്ഷ സമുദായങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ടല്ലല്ലോ. അല്ലെങ്കിൽ SNDPയുടെ പിറകിൽ അണിനിരുന്ന വലിയ വിഭാഗത്തിന്റെ വോട്ട് CPMന് വന്നത് അവരെ സാമുദായികമായി കൂടെ നിർത്തിയത് കൊണ്ടല്ല, മറിച്ച് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെയും കേരളത്തിലെ സാമുദായിക കക്ഷികളെയും അതിലൊക്കെ പെട്ട അനേക മനുഷ്യരെ അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഉറച്ചു നിന്ന് സഹായിച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ വോട്ടുകൾ നേടിയത്. ആ വോട്ടുകൾ വന്ന വഴി അതാണ്. അവകാശ പോരാട്ടങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റെടുത്ത് നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് അവർ അണിനിരത്. ഇതിന്റെ ചരിത്രം അങ്ങനെ. പക്ഷെ ഇപ്പൊ നോക്കൂ, നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കേരളത്തിൽ CPM ചെയ്തുകൊണ്ടിരുന്ന കാര്യം ആലോചിച്ച് നോക്കൂ. ഇപ്പൊ സമസ്തയെ പോലെയുള്ളവരുടെ വോട്ടുകൾ ശേഖരിക്കാൻ, കാന്തപുരത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സുന്നി വോട്ടുകൾ സമാഹരിക്കാൻ ഒക്കെ നടത്തിയിട്ടില്ല അഡ്ജസ്റ്റ്മെന്റ്. പൊന്നാനിയിൽ ഒരു സ്ഥാനാർത്ഥിയെ CPM ചിഹ്നത്തിൽ പുറമേ നിന്ന് നിർത്തേണ്ടി വന്ന സാഹചര്യം, CAA പോലെയുള്ള പ്രശ്നങ്ങളിൽ നടത്തിയ സമരങ്ങൾ അവർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, ഇതൊക്കെ ഈ ന്യൂനപക്ഷ വോട്ടുകളെ സാമുദായികമായി തന്നെ ഒപ്പം നിർത്താൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണ്. ഈ ശ്രമങ്ങൾ നടത്തുമ്പോൾ തന്നെ ഇതിനൊരു തിരിച്ചടിയുണ്ട്. വാസ്തവത്തിൽ ന്യൂനപക്ഷങ്ങളെ കാന്തപുരത്തെ കണ്ടോ സമസ്ത തങ്ങളെ കണ്ടോ അല്ല കൂടെ നിർത്തേണ്ടത്. കൂടെ നിർത്തേണ്ടിയിരുന്നത് അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ നിർവഹിക്കാൻ പാർട്ടി ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ്, അത് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് SNDPയുടെ അല്ലെങ്കിൽ ശ്രീനാരായണ ഇതിന്റെ SNDPയുടെ പിറകിലണിനിരുന്ന വലിയൊരു സമുദായം, വലിയൊരു വിഭാഗം BDJS ആയിത്തീരുന്നു. അവര് BJPയുടെ കൂടെ നിൽക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. അവർ കൂടെ നിൽക്കുന്നില്ല എന്ന ഭാവത്തിൽ നവോത്ഥാന സമിതിയുടെ പ്രസിഡന്റായിരുന്ന, അധ്യക്ഷനായിരുന്ന വെള്ളാപ്പള്ളി ആന്തരികമായി അല്ലെങ്കിൽ മുഴുവനും അവരെ പിന്തുണയ്ക്കുന്ന ഒരു അവസ്ഥ വരുന്നു. CPM എന്താ ഇത് തിരിച്ചറിയാതെ പോകുന്നത്? ഇത് അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് വേണ്ടിയുള്ള സമരത്തിൽ നിന്ന്, അതിന്റെ ഐഡിയോളജിയിൽ നിന്ന്
പാർട്ടിയുടെ പഴയകാല പ്രമേയങ്ങളിൽ നിന്ന് ഒക്കെ പാർട്ടി പിറകോട്ട് പോകുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ്. കേരളത്തിലെ പാർട്ടി ആ തരത്തിൽ പിറകോട്ട് പോയതാണ് പരിശോധിക്കേണ്ടത്. അല്ലാതെ സാമുദായിക കക്ഷികളെ കൂടെ നിർത്താൻ ഇനിയും ഇതേ മാർഗമാണ് സ്വീകരിക്കുന്നത് എങ്കിൽ അത് വലിയ അബദ്ധമായിരിക്കും. ഇതിപ്പോഴൊന്നല്ല, 1984 CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയുടെ ഒരു പ്രമേയമുണ്ട്. ആ പ്രമേയത്തിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ന്യൂനപക്ഷ സമൂഹങ്ങളോട് പെരുമാറേണ്ടത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വർഗീയതയ്ക്ക് എടുക്കേണ്ട നിലപാട് ഈ അടിസ്ഥാന സമരങ്ങളിൽ ഊന്നിയുള്ളതാവേണ്ടത് എന്ന് പറയുന്നുണ്ട്. അതിൽ നിന്ന് വല്ലാതെ പാർട്ടി പിറകോട്ട് പോയതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. ഒരുപക്ഷെ CPM-ന് തിരുത്തുക എന്ന് പറയുന്നത്, CPM തിരുത്തേണ്ടത് അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ തിരുത്തിക്കൊണ്ട്, രാഷ്ട്രീയ നിലപാടുകളിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് അവർ കളിച്ച ഇത്തരത്തിലുള്ള ജാതി മത സാമുദായിക കക്ഷികളെ പ്രീണിപ്പിച്ച് നിർത്താൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളെ ഒക്കെ മാറ്റി തള്ളിപ്പറഞ്ഞുകൊണ്ട് അവർ തിരിച്ചു വരേണ്ടതുണ്ട്. ഇപ്പൊ തോമസ് ഐസക്ക് കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ജനങ്ങളെ മനസ്സിലാക്കുന്നതിൽ പാർട്ടിക്കാണ് സംഘടനാപരമായ പിഴവാണ് പറ്റിയത്. അല്ലെങ്കിൽ പാർട്ടിക്ക് ഈ കണക്കെടുക്കുമ്പോൾ ജനങ്ങൾ പാർട്ടിയോട് നുണ പറയുന്നു. എന്തുകൊണ്ടാണ് നുണ പറയേണ്ട സാഹചര്യം ഉണ്ടാവുന്നത്? അത് ജനങ്ങളെയല്ല കുറ്റപ്പെടുത്തേണ്ടത്, പാർട്ടി നേതൃത്വത്തിന്റെയും പാർട്ടി പ്രവർത്തകരുടെയും ഇടപെടലുമാണ്. വളരെ കൃത്യമായി തന്നെയാണ് തോമസ് ഐസക് പറയുന്നത്. അതിനുണ്ട് വാസ്തവത്തിൽ എല്ലാ കാര്യവും. എങ്ങനെ അകന്നുപോയി, ഈ അകന്നു പോയതിനു ശേഷം ഇപ്പോഴും വളരെ അഹംഭാവത്തോടെയുള്ള ധാർഷ്ട്യത്തോടെയുള്ള പെരുമാറ്റം ഉണ്ടാവുക, ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അവർക്ക് കാര്യം വിശദീകരിക്കാൻ കഴിയാതെ പോവുക, ഇതൊക്കെ ഇപ്പോൾ കാണുന്നല്ലോ. ഗോവിന്ദ മാഷ് ഇപ്പോൾ വിശദീകരിക്കുമ്പോൾ പോലും നേതൃത്വം ഉൾപ്പെടെയുള്ളവരുടെ അഹംഭാവത്തിന്റെ കുറിച്ച് പറയുമ്പോഴും അത് ചീഫ് മിനിസ്റ്ററെ പറ്റിയല്ല, മുഖ്യമന്ത്രിയെ പറ്റി അല്ലാതെ പ്രത്യേകം പറയേണ്ടി വരികയാണ്. അല്ല, മുഖ്യമന്ത്രിയെ പറ്റി മാത്രമല്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ മുഖ്യമന്ത്രിയെ ഉദ്ദേശിച്ചല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു വിടുതൽ കൊടുക്കുന്ന പോലെയാണ്. ഈ പറയുന്നതിനൊക്കെ അർത്ഥം ഇപ്പോഴും ആ ഭയമാണ് അവരെ നയിക്കുന്നത്. മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചുള്ള ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുള്ള ഒരു പാർട്ടിയായി അത് മാറിയതിന്റെ പ്രശ്നം വാസ്തവത്തിലുണ്ട്. അദ്ദേഹത്തിന്റെ ഇടതുപക്ഷേതരമായ ഒരു രാഷ്ട്രീയ ലൈനാണ് വാസ്തവത്തിൽ ഇപ്പോ CPM-ന്റെ ലൈനായി തീരുന്നത്. അതുകൊണ്ടാണ് അത് ആളുകളൊക്കെ പറയുന്നുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു എല്ലാ ചർച്ചകളിലും അത് വരുന്നുണ്ട്. ശരി പ്രകാശ് മാസ്റ്റർ, ഈ തിരുത്തുക മാത്രമല്ല തിരുത്തി എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുമെന്ന് ഇന്നലെ കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക് പറയുന്നു. ഇന്ന് പുറത്തു വന്ന മാധ്യമങ്ങളിൽ ലഭിച്ച കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച അവലോകന റിപ്പോർട്ടിലെ ചില ഭാഗങ്ങളിൽ പറയുന്ന മറ്റു ചില കാര്യങ്ങളുമുണ്ട്. അതിൽ തോമസ് ഐസക് ചൂണ്ടിക്കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പാർട്ടിക്ക് ജനങ്ങളുമായുള്ള ജീവൽ ബന്ധം നഷ്ടമായി എന്നുള്ളതാണ്. ഈ ജീവൽ ബന്ധം നഷ്ടമായെങ്കിൽ അതിനൊരു കാരണമുണ്ടാകുമല്ലോ. ആ കാരണം എന്താണെന്ന് സ്പെസിഫിക്കായി പറയാതെ എങ്ങനെയാണ് തിരുത്തുക ശ്രീ പ്രകാശ് മാസ്റ്റർ? മറ്റ് പാർട്ടികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പാർട്ടിയാണ് CPIM. CPIM സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാട് ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു പാർട്ടി കമ്മിറ്റി ആലോചിക്കുന്ന ഒരു നിലപാടല്ല. ഞങ്ങളതിന് അടവ് നയം എന്ന് പറയും. കഴിഞ്ഞ 23-ാം പാർട്ടി കോൺഗ്രസ് ചൂണ്ടിക്കാണിച്ച അടവ് നയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യ രാജ്യത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ CPM നേരിട്ടത്. ഞങ്ങൾ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് അതിൽ ലക്ഷ്യമായിട്ട് കണ്ടത്. ഒന്ന്, BJP നേതൃത്വം കൊടുക്കുന്ന വർഗീയ ശക്തികളെ ഒറ്റപ്പെടുത്തുകയും തോൽപ്പിക്കുകയും ചെയ്യുക, അവർ അധികാരത്തിന് ഒഴിവാക്കുക. രണ്ട്, ഇടതുപക്ഷത്തിൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കുക. ഇതിൽ ഒരു കാര്യം വിമർശനപരമായിട്ട് കേന്ദ്ര കമ്മിറ്റി അതിൻ്റെ റിപ്പോർട്ടിനകത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഉദ്ദേശിച്ചതുപോലെ ഇടതുപക്ഷത്തിൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കാൻ ആയിട്ടില്ല. അത് കേരളത്തിന് ബാധകമാണ്. കേരളം ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഏറ്റവും ശക്തമായ CPM-ന്റെ സംസ്ഥാനമാണ്. അവിടെയും നമുക്ക് അത് വേണ്ടത്ര സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയും പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും നിലക്ക് രാഷ്ട്രീയമായ നിലക്കുള്ള ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ വസ്തുനിഷ്ഠമായി പരിശോധിച്ച് കാരണങ്ങൾ കണ്ടെത്തി അത് തിരുത്തി മുന്നോട്ട് പോകുന്ന ഒരു നിലപാടാണ് എല്ലാ കാലത്തും CPM സ്വീകരിച്ചിട്ടുള്ളത്. അത് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ മാത്രമല്ല, ഇപ്പോൾ പാർട്ടി പല സന്ദർഭങ്ങളിലായിട്ട് പ്ലീനം നടത്തുന്നു. അത് സംഘടനാപരവും രാഷ്ട്രീയവുമായിട്ടുള്ള പോരായ്മകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ്, സംഘടനാപരമായുള്ള പരിശ്രമമാണ്. അതുകൊണ്ട് CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പോരായ്മകൾ കണ്ടെത്തിയിരുത്തുക എന്ന് പറയുന്നത് അതിൻ്റെ ദൈനംദിന സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ ഇപ്പോൾ ന്യൂനപക്ഷ സംരക്ഷണത്തിൻ്റെ വിഷയമാണല്ലോ ഇവിടെ ഇപ്പോൾ ഗൗരവമായിട്ട് സംസാരിച്ചത്. ഞങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ട്, ന്യൂനപക്ഷ സംരക്ഷണം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അതിൻ്റെ ഉത്തരവാദിത്തപ്പെടുന്നതാണ്. അതിൽ ന്യൂനപക്ഷം രാഷ്ട്രീയമായി നമ്മുടെ കൂടെ നിൽക്കുന്നുവോ ഇല്ലയോ നോക്കിയിട്ടല്ല ന്യൂനപക്ഷ സംരക്ഷണത്തെ പാർട്ടി കാണുന്നത്. ന്യൂനപക്ഷത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടല്ലാതെ ഒരു ജനാധിപത്യ രാജ്യത്തിന് മുന്നോട്ട് പോകാനാവില്ല എന്നുള്ള കൃത്യമായ ധാരണ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ സംരക്ഷണം പാർട്ടിയുടെ ഒരു ചുമതലയായിട്ട് എല്ലാ കാലത്തും ഞങ്ങൾ പരിഗണിച്ചിട്ടുണ്ട്.
ഇപ്പോൾ ഇന്ത്യ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ പരിസരം എന്താ? കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന ഹിന്ദുത്വ ശക്തികളുടെ ഒരു വലിയ അധികാര പ്രമത്തത രാജ്യത്തിന് തരകേറുകയാണ്. രാജ്യത്തിൻ്റെ അടിസ്ഥാന രാഷ്ട്രീയ ഘടനയെ, അതിന് ഫെഡറലിസം, അതിന് മതനിരപേക്ഷത, അതിന് ഐക്യം, ജനാധിപത്യം, ഇവയെല്ലാം വെല്ലുവിളിക്കുന്ന രൂപത്തിൽ രാജ്യത്തെ ഒരു മതാധിഷ്ഠിത രാജ്യമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശക്തമായ നീക്കങ്ങൾ സംഘടിതമായിട്ട് സംഘപരിവാര ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി ജനാധിപത്യത്തെ അവർ വലിയ നിലക്ക് ആക്രമിക്കുന്നു, ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർവിനിയോഗിക്കുന്നു. അത്തരമൊരു സന്ദർഭത്തിൽ അവരേറ്റവും ഒടുവിൽ സ്വീകരിച്ച നിലപാടുകൾ നിങ്ങൾക്കെല്ലാം ബോധ്യമുണ്ടാവും. അത് രാജ്യത്തിലെ ന്യൂനപക്ഷത്തെ അരക്ഷിതാവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഭാഗമാണ് CAA, അതിൻ്റെ ഭാഗമാണ് പൗരത്വ നിയമം, അതിൻ്റെ ഭാഗമാണ് ഏറ്റവും ഒടുവിലായിട്ട് നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ള ആളുകൾ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് പറഞ്ഞു കൊടുത്ത പരസ്യമായിട്ടുള്ള കാര്യങ്ങൾ. ഒരു പ്രധാനമന്ത്രിയുടെ വായിൽ നിന്ന് ഒരിക്കലും വന്നുകൂടാത്ത എന്തെന്തു കാര്യങ്ങളാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് നരേന്ദ്രമോദി ഉന്നയിച്ചെന്നുള്ളത് നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാണ്. അത്തരമൊരു സന്ദർഭത്തിൽ ഈ കാര്യത്തെ ചൂണ്ടിക്കാട്ടുക എന്ന് പറയുന്ന ചുമതല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ ചുമതലയുടെ ഭാഗമാണ്. ഞങ്ങളെ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, ഞങ്ങളെ വിഷയങ്ങൾ വെച്ചുകൊണ്ട് ശക്തമായ നിലക്കുള്ള സമരം നടത്തിയിട്ടുണ്ട്, അത് വെച്ചുകൊണ്ട് ജനങ്ങളെ സംഘടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഒന്നും അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രീയ മുന്നണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല കേരളത്തെ ശ്രമിച്ചത്. കേരളത്തിൽ ഞങ്ങൾ മത്സരിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ളതൊക്കെയാണ്. ഇവിടെ BJP നടപ്പാക്കുന്ന വർഗീയവൽക്കരണ നയത്തിനെതിരായിട്ട് ഇവിടെ നടത്തിയിരിക്കുന്ന സെമിനാറുകളിൽ, ചർച്ചകളിൽ എല്ലാ വിഭാഗം ആളുകളെയും പങ്കെടുപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, എന്താ UDF സ്വീകരിച്ച നിലപാട്? UDF തികച്ചും വർഗീയ പാർട്ടികളായിട്ടുള്ള പാർട്ടികളെ ബിജെപിയുടെ വർഗീയ നിലപാടിനെതിരെ ഒരു നിമിഷം പ്രകാശ് മാസ്റ്റർ, ബിജെപിയുടെ വർഗീയ നിലപാടിനെതിരെ CPM സമരം ചെയ്തിട്ടുണ്ട്, സെമിനാറുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. എവിടെയാണ് അത് ചെയ്തത്? രാജ്യത്താകെ. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ തോൽവിയെ കുറിച്ചാണല്ലോ പറയുന്നത്. ഒരു നിമിഷം. ഇപ്പോൾ CAA വിരുദ്ധ സമരം നടത്തേണ്ടത് കോഴിക്കോട്ടും മലപ്പുറത്തുമാണെന്ന് CPM തീരുമാനിക്കുന്നു. പൗരത്വ പ്രക്ഷോഭമൊക്കെ നടത്തുന്നത് കോഴിക്കോട്ടും മലപ്പുറത്തുമാണ്. ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്തേണ്ടത് കോഴിക്കോട്ടും മലപ്പുറത്തുമാണ് എന്ന് പാർട്ടി തീരുമാനിക്കുന്നതിന്റെ കാരണം എന്താണ്? അത് നിങ്ങൾ കാര്യങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയാൻ. കേരള നിയമസഭ ഇത് കേരളത്തിൽ നടപ്പാക്കില്ല തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അത് ഈ വടക്കേ മലബാറിന് മാത്രം ബാധകമാണോ? ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM സുപ്രീം കോടതി പോയിട്ടുണ്ട്. സുപ്രീം കോടതി പോകുന്നത് വടക്കേ മലബാറുകാർക്ക് വേണ്ടിയാണോ? ഈ കേരളത്തിലെമ്പാടും പലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലകളിൽ, ഏരിയകളിൽ ഞങ്ങൾ വലിയ കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് ഈ വിഷയങ്ങളെ സംബന്ധിച്ച് എല്ലാ ജില്ലകളും 14 ജില്ലകളിലും ഞങ്ങൾ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യം ഇത് ഒരു പറ്റം ആളുകളെ സ്വാധീനിക്കുന്നതിന് ഒരു മേഖലയിൽ ഈ കാര്യം കുറച്ചുകൂടി ഗൗരവത്തിൽ ആ വിഷയത്തെ ചർച്ച ചെയ്യണമെന്നാണ്. അപ്പോൾ ഡോക്ടർ ആസാദിന്റെ ആമുഖമായി അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു വിഷയത്തിൽ നമ്മൾ ഒരു പാർട്ടി, CPM അതൊരു രാഷ്ട്രീയ നിലപാടുണ്ട്. ഇത്തരം ദേശീയ അന്തർദേശീയ വിഷയങ്ങളിൽ CPM ഒരു രാഷ്ട്രീയ നിലപാടുണ്ട്. ആ രാഷ്ട്രീയ നിലപാട് നമ്മൾ എങ്ങനെ പറയുന്നു എന്നുള്ളത് പ്രധാനമല്ലേ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. കാരണം ഒരു വിഷയത്തെ സാമുദായിക പ്രീണനം വഴി വോട്ട് നേടാനുള്ള കാര്യമായി ഉപയോഗിക്കണമോ, അതല്ല ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്ത് അതിനെതിരെ അണിനിരത്തണമോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ജില്ലകളിലുള്ള പരിപാടി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് നടത്തിയ പരിപാടി, ഞാൻ ചോദിക്കട്ടെ, ജനകീയ പരിപാടിയല്ലേ? ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളല്ലേ ആ പരിപാടിക്കകത്ത് പങ്കെടുത്തത്? അതിൽ ഏതെങ്കിലും പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രം പങ്കെടുക്കുന്ന നിലയാണ് ഉണ്ടായത്. ജനാധിപത്യ ശക്തികളെ ആകെ തന്നെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള വലിയ പരിപാടിയായിട്ടല്ലേ ആ പരിപാടി കേരളത്തിൽ അരങ്ങേറിയത്? അത് എന്നാൽ നിങ്ങൾ പറഞ്ഞ ഗൗരവത്തോടെ മറക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താ? ഈ വിഷയങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള ശക്തികൾ UDFന്റെ കൂടെ നിന്നു, ജമാഅത്തെ ഇസ്ലാമി പരസ്യമായ നിലക്ക് ഇതിന് കൂടെ നിന്നു. ഈ വർഗീയ ശക്തികളെല്ലാം കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ലീഗ് മുൻകൈ എടുത്തു. അങ്ങനെ അവരെല്ലാം തന്നെ UDF പാളയത്തിൽ നിർത്തി. ആ കാര്യത്തെ എന്തെങ്കിലും കാണാൻ വേണ്ടി കഴിയുന്നില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ന്യൂനപക്ഷങ്ങൾ ഈ വിഷയങ്ങളിൽ പോലും ന്യൂനപക്ഷം CPMനെ വിശ്വസിക്കാതിരിക്കാൻ കാരണം ഈ SDPയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പ്രചാരണ ഫലമാണ് എന്ന് CPM ഗൗരവമായി വിലയിരുത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇവിടെ UDF ഈ വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഒരു കൺസോൾട്ടേഷൻ, ഒരു ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ ആവശ്യമായ നിലക്കുള്ള ശക്തമായ ശ്രമങ്ങളാണ് നടത്തിയത്. അല്ലെങ്കിൽ SDPയുടെ പിന്തുണയെ അതിനെ പരസ്യമായിട്ട് ആവശ്യമില്ല എന്ന് പറയാൻ UDFന് കഴിയണ്ടേ? ജമാഅത്തെ ഇസ്ലാമി ഈ സംസ്ഥാനത്ത് ആകെ തന്നെ UDFന് അനുകൂലമായിട്ട് വലിയ പ്രചാരണങ്ങൾ നടത്തുമ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമില്ലെന്ന് പറയാൻ വേണ്ടി കഴിയണ്ടേ?
നിങ്ങൾ ഈ പാർട്ടികളെല്ലാം ഈ സംഘടനകളെല്ലാം അല്ല പ്രകാശ് മാസ്റ്റർ, ഈ SDPI എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഒരു നിമിഷം SDPI എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടിയാണ്. അതിനെ നിങ്ങൾ വർഗീയ പാർട്ടി എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു പക്ഷേ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ അതിൽ അണിചേർന്നിട്ടുള്ളത് എന്നുകൊണ്ടാവാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ അങ്ങേക്ക് ഈ പ്രശ്നം ഇതൊരു രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് ഒരു കാര്യം ചൂണ്ടിക്കാട്ടുകയാണ്. ഈ SDPI എന്ന് പറയുന്ന പാർട്ടി തമിഴ്നാട്ടിൽ മത്സരിച്ചത് ഇന്ത്യ മുന്നണിക്കെതിരെ AIDMK മുന്നണിയിലായിരുന്നു. ആ AIDMK മുന്നണിയിൽ SDPIയോടൊപ്പം കേരളത്തിലെ LDFിലെ ഘടകകക്ഷിയായ INL ഉണ്ടായിരുന്നു. അതൊന്നും മറന്നുകൊണ്ട് നമ്മൾ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടിനെ അങ്ങനെ വർഗീയ പാർട്ടി എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുമോ? ഞാൻ പറയുന്നത് മുസ്ലിം ന്യൂനപക്ഷ വർഗീയ സംഘടനകളാകെ തന്നെ ഇത്തവണ UDFനാണ് വോട്ട് ചെയ്തത്. അതിനു വേണ്ടിയാണ് പ്രവർത്തിച്ചെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കമുണ്ടോ? ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുന്ന ആർക്കും തെരഞ്ഞെടുപ്പ് വർക്ക് പരിശോധിക്കുന്ന ആർക്കും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാവാൻ ഇടയില്ലല്ലോ. അല്ല പ്രകാശ് മാസ്റ്റർ, അങ്ങനെ കരുത്. ഇപ്പൊ CPM വിശേഷിപ്പിക്കുന്നത് SDPIയും ജമാഅത്ത് ഇസ്ലാമിയും വർഗീയ പാർട്ടിയാണ്. അവർ UDFന് വോട്ട് ചെയ്യാൻ പറയുമ്പോൾ ഈ ന്യൂനപക്ഷങ്ങൾ എൻ ബ്ലോക്ക് ആയിട്ട് പോയി UDFന് വോട്ട് ചെയ്തു എന്നാണോ അങ്ങ് വിശ്വസിക്കുന്നത്? അതായത് ഈ വർഗീയ പാർട്ടികളെന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന സംഘടനകൾക്ക് മുസ്ലിം സമുദായത്തിൽ വലിയ സ്വാധീനമാണ്, CPMനേക്കാൾ വലിയ സ്വാധീനമാണ് അവർക്ക് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ല അത് മാത്രമായിരിക്കില്ല. കാരണം ഇവിടെ ഇപ്പോൾ ഇന്ത്യ മുന്നണിയാണല്ലോ BJPയുടെ അധികാരം ഭ്രഷ്ടമാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനം. അതിലെ പ്രധാനപ്പെട്ട നേതാവ് കോൺഗ്രസ് ആണ് എന്നുള്ളത് ഞങ്ങൾ നിഷേധിച്ചാൽ ഇല്ലാതെ വന്നൊരു യാഥാർത്ഥ്യമല്ല. അതുകൊണ്ടാണ് BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കാതിരിക്കുന്നതിന് കോൺഗ്രസിന് പിന്തുണ കൊടുക്കുന്നതിന് വേണ്ടി പോലും ഞങ്ങൾ മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ കേരളത്തിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യം പരിശോധിക്കുമ്പോൾ ധാരാളം ആളുകൾക്ക് ഇത്തരം ഒരു കാര്യത്തിൽ CPMനേക്കാൾ അല്ലെങ്കിൽ LDFനേക്കാൾ കാര്യക്ഷമമായി പങ്കുവയ്ക്കാൻ വേണ്ടി കഴിയുക കോൺഗ്രസിനാണ് എന്നുള്ള രാഷ്ട്രീയ ബോധ്യം ഉണ്ടാവും. രാഷ്ട്രീയ ബോധ്യമുള്ള ന്യൂനപക്ഷം UDFനോ കോൺഗ്രസിനോ വോട്ട് ചെയ്തു. അതിന് ഈ വർഗീയ പാർട്ടികൾ പ്രചാരണം നടത്തിയിട്ടാണ് ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്തതെന്ന് പറയുന്നത് ആരുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യലാണ് പ്രകാശ് മാസ്റ്റർ? ഞാൻ പറഞ്ഞത് ന്യൂനപക്ഷങ്ങൾ അങ്ങനെ വോട്ട് ചെയ്യുന്നല്ല. ഇവിടെ UDF എന്ന് പറയുന്നത് പ്രഖ്യാപിതമായിട്ടൊരു മുന്നണിയാണ്. ആ മുന്നണിക്കകത്ത് SDPI ഇല്ല, ആ മുന്നണിക്കകത്ത് ജമാഅത്തെ ഇസ്ലാമി ഇല്ല, അതുപോലെ ഈ പറയുന്ന മറ്റു ന്യൂനപക്ഷ വർഗീയ സംഘടനകളില്ല. എന്നാൽ അവരുടെ എല്ലാം പിന്തുണ ഉറപ്പാക്കിക്കൊണ്ടല്ലേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF മത്സരിച്ചത്, കോൺഗ്രസ് മത്സരിച്ചത്. അത് ഗൗരവമായി കാണും. ഇപ്പോൾ നമ്മൾ ചെറുക്കുന്നത് വർഗീയതയാണ്. BJP ആണല്ലോ നമ്മൾ ചെറുക്കുന്നത്. ഇന്ത്യ രാജ്യത്താകെ BJPയുടെ അധികാരപക്ഷമാക്കാനാണ് കോൺഗ്രസ് നിൽക്കുന്നത്. പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് SDPയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും വോട്ട് UDFന് ലഭിച്ചു എന്ന് തന്നെ കരുതുക. നിങ്ങളെ അവർ വർഗീയ സംഘടനകൾ എന്ന് വിളിക്കുന്നു, നിങ്ങൾ അവരെ. അവരുടെ വോട്ട് കൊണ്ട് മാത്രമാണോ UDF ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് മൊത്തം കൊണ്ടുപോയത്, അല്ലെങ്കിൽ അവർ വിജയിച്ചത് അങ്ങനെയാണോ? ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ BJPയെ അധികാരപക്ഷമാക്കുന്നതിൽ LDFനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ കഴിയുക കോൺഗ്രസിനാണ് എന്ന ധാരണയുള്ള ആളുകൾ ധാരാളം ഉണ്ടാവും ന്യൂനപക്ഷങ്ങളിൽ. അപ്പോൾ അവര് അനുകൂലമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് കാണാതിരിക്കാൻ വേണ്ടി കഴിയില്ല. ഞങ്ങളെ കാര്യം കാണുന്നുണ്ട്. ചെറുക്കാനുള്ള പോരാട്ടത്തിൽ പ്രകാശ് മാസ്റ്റർ, കേരളത്തിൽ നിങ്ങൾ LDFനല്ല വോട്ട് ചെയ്യേണ്ടത് കോൺഗ്രസിനാണ് എന്ന് ഈ നിങ്ങൾ വർഗീയ സംഘടനകൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ രണ്ട് സംഘടനകൾ പറഞ്ഞു കൊടുത്തിട്ട് വേണമോ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമോ മനസ്സിലാക്കാൻ? അല്ല, UDF ഞാൻ പറയുന്നത് ഒരു മുന്നണി എന്നുള്ള നിലക്ക് ഇപ്പൊ നേരത്തെ ഞങ്ങൾ RSSന്റെ വോട്ട് വേണ്ട എന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ന്യൂനപക്ഷ വർഗീയ പാർട്ടികൾ തങ്ങളുടെ കൂടെ വരുമ്പോൾ ഭൂരിപക്ഷ വർഗീയതക്കെതിരായിട്ട് പോരാടുന്ന കോൺഗ്രസിന് അവരുടെ പിന്തുണ ആവശ്യമില്ലെന്ന് പറയാനുള്ള ഉത്തരവാദിത്തമില്ലേ? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. ഇനി ഏറ്റവും ചുരുങ്ങിയത് അത്തരം ഒരു പിന്തുണ സ്വീകരിച്ച തെറ്റാണ് എന്തെങ്കിലും പറയാൻ വേണ്ടി കഴിയണ്ടേ എന്നാണ് ഞാൻ ഉന്നയിക്കുന്ന ചോദ്യം. ആ ചോദ്യത്തിന് ഞങ്ങളുടെ വോട്ട് ഇന്ന പാർട്ടിക്കാണ് ഏതെങ്കിലും വിഭാഗങ്ങൾ പരസ്യമായി പ്രഖ്യാപിച്ചാൽ അത് വേണ്ട എന്നൊരു തെരഞ്ഞെടുപ്പ് കാലത്ത് ആരെങ്കിലും പറയുമോ? ഒരു വിഭാഗം പറയണം ഞങ്ങളുടെ വോട്ട് ഇന്ന ആൾക്കാണ് എന്ന് പറഞ്ഞാൽ വേണ്ട എന്ന് ആരെങ്കിലും പറയോ? ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് RSS വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? RSS ഞങ്ങൾ ഇത്തവണ CPMനാണ് വോട്ട് ചെയ്തതെന്ന് പ്രഖ്യാപിച്ചു. തലശ്ശേരി തെരഞ്ഞെടുപ്പിൽ അല്ല, ഇത്തവണത്തെ കാര്യമെല്ലാം പറഞ്ഞേ. നിങ്ങൾ ഏതെങ്കിലും പാർട്ടി പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചോണ്ടാ ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങനെയല്ല, RSS പ്രഖ്യാപിക്കുകയാണ് പരസ്യമായി ഞങ്ങൾ ഇത്തവണ CPMന് വോട്ട് ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾ പറയാണ് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാം. RSS ഒരിക്കലും പറയാറില്ലല്ലോ ഞങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത്. RSSന്റെ പിന്തുണ ആവശ്യമില്ല, RSSന്റെ പിന്തുണ ആവശ്യമില്ലെന്ന് ആർജവത്തോടെ എവിടെയും CPM പറയും. അല്ല, യാതൊരു സംശയമാണ്. ശരി, ഞാൻ മറ്റു വിഷയങ്ങളിൽ വരാം. ഞങ്ങൾക്കറിയാം ഇന്ത്യയുടെ ഏറ്റവും വലിയ വിപത്ത് ഇന്ന് RSS ആണ്. ഓക്കെ, ശ്രീ NP ചേക്കുട്ടി, ഈ കേന്ദ്ര കമ്മിറ്റി അവലോകന റിപ്പോർട്ട് അതിൽ കുറേ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്.
അതുകൂടാതെ ഡോക്ടർ ടി എം തോമസ് ഐസക്ക് ഫേസ്ബുക്കിൽ കുറച്ച് വിശദമായി എഴുതിയിട്ടുമുണ്ട്. അതിൽ ഉന്നയിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ആറ്റിങ്ങലിലും ആലപ്പുഴയിലും പാർട്ടി വോട്ടുകൾ ചോർന്നുപോയി എന്നുള്ളതാണ്. ഇതോടൊപ്പം തന്നെ ചേർത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം SNDP നേതൃത്വം BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു എന്നാണ്. SNDP നേതൃത്വം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു വ്യക്തിയാണ്, വെള്ളാപ്പള്ളി നടേശനാണ്. കേന്ദ്ര കമ്മിറ്റി പ്രമേയത്തിൽ അവലോകന റിപ്പോർട്ടിൽ ഇത് എഴുതി വയ്ക്കുകയും എന്നാൽ ഈ SNDP നേതൃത്വത്തിനെതിരെ എന്നൊരക്ഷരം പാർട്ടി ഇതുവരെ പറഞ്ഞതായി നമുക്കറിയില്ല, പാർട്ടി പരസ്യമായി പറഞ്ഞതായി നമുക്കറിയില്ല. ഇന്നും MP ഗോവിന്ദ മാസ്റ്റർ ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അതെന്തുകൊണ്ടാണ്? ഒന്നാമത്തെ കാര്യം, ഈ സാമുദായങ്ങളുടെ പേരിൽ നമ്മൾ ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നതിൽ അർത്ഥമില്ല. എനിക്ക് തോന്നുന്നത് ഗോവിന്ദൻ മാഷയുടെ ഈ എക്സ്പ്ലനേഷൻ, ഞാൻ കേന്ദ്ര കമ്മിറ്റിയുടെ റെസൊല്യൂഷൻ്റെ ഭാഗമെന്ന മട്ടിൽ ഹിന്ദുവിൽ ഒരു റിപ്പോർട്ട് ഞാൻ വായിച്ചു. കേന്ദ്ര കമ്മിറ്റി റെസൊല്യൂഷൻ ഞാൻ കണ്ടില്ല, അപ്പോൾ പീപ്പിൾസ് ഡെമോക്രസി പബ്ലിഷ് ചെയ്യായിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ഈ സമുദായങ്ങൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് ചാഞ്ഞു, അങ്ങനെ ഏതെങ്കിലും ഒരു സമുദായം അങ്ങനെ ഏകപക്ഷീയമായിട്ട് അങ്ങോട്ട് ചായോ? ആരെങ്കിലും പറഞ്ഞാൽ ചായോ? എനിക്ക് നന്നായിട്ട് അറിയുന്ന ഒരു സമുദായമാണ് മുസ്ലിം സമുദായം. ഞാൻ ധാരാളം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു മുതലാക്കിയോ ഒരു സമുദായ നേതാവോ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും ചേർന്നിട്ട് അങ്ങനെ വോട്ട് ചെയ്യുന്നൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഞാൻ മലബാറിൽ എവിടെയും കണ്ടിട്ടില്ല. കേരളത്തിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അതേപോലെ തന്നെയാണ് കേരളത്തിലെ ഈഴവ തീയ സമുദായങ്ങൾ. അവരെക്കുറിച്ചാണ് ഈ പറയുന്ന ആറ്റിങ്ങലും മറ്റു കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി ഈഴവ കമ്മ്യൂണിറ്റിയെക്കുറിച്ചാണ്. ഈഴവ കമ്മ്യൂണിറ്റിയിൽ വളരെ വളരെ രാഷ്ട്രീയമായിട്ട് പ്രബുദ്ധരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടായിരുന്നു. വളരെ ശക്തരായ സാമൂഹിക പ്രവർത്തകരുണ്ടായിരുന്നു. ചിന്താശീലരായിട്ടുള്ള ആളുകളുണ്ട്. അവരൊരു നിലപാടെടുക്കുന്നത് അവരുടെ സാമുദായികമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പം അതുകൊണ്ട് ഒരു സമുദായത്തെ മൊത്തത്തിൽ ആ തരത്തിൽ വിശകലനത്തിന് വിധേയനാക്കുന്നത് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് നിലപാടുകൾക്കെതിരാണ്. എന്തുകൊണ്ടാണ് ഈ സമുദായങ്ങൾ വിട്ടുപോകുന്നത്? ആ സമുദായങ്ങളിൽ പ്രവർത്തിക്കുന്ന സാമ്പത്തിക സാമൂഹിക വിഭാഗങ്ങൾ വിട്ടുപോകുന്നത് എന്തുകൊണ്ടെന്ന് ആലോചിച്ചാൽ മതി. മലബാറിൽ എനിക്ക് ഉദാഹരണത്തിന് മലബാറിൽ നോക്കിക്കഴിഞ്ഞാൽ 30കൾ മുതൽ മലബാറിലെ കർഷക സമരങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം എന്ന് പറയുന്നത് ഇവിടെയുള്ള ഈ ഈഴവ തീയ കമ്മ്യൂണിറ്റി ആയിരുന്നു. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയാണ് കർഷക സമൂഹത്തിനകത്ത് ഏറ്റവും ശക്തമായിട്ടുണ്ടായിരുന്നത്. അവരാണ് ഈ കർഷക പ്രസ്ഥാനത്തിൻ്റെയും കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെയും ഏറ്റവും വലിയ ബെനിഫിഷ്യറീസ് ആയിട്ട് വന്നത്. പക്ഷേ കഴിഞ്ഞ കുറേ കാലങ്ങളായി, പ്രത്യേകിച്ച് കഴിഞ്ഞ 25 കൊല്ലമായിട്ട് ഒരു നിയോ ലിബറൽ ഇക്കണോമിക് അജണ്ടയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയിട്ടുണ്ട്. നമ്മൾ ആ റിയാലിറ്റി കാണാതിരുന്നത് എന്താ കാര്യം? ഇന്ന് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വളരെ ക്ലിയർ ആയിട്ട് ഒരു നിയോ ലിബറൽ പൊളിറ്റിക്കൽ ഇക്കണോമിക് അജണ്ട നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു. ഈ തരത്തിലുള്ള വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ട് അബാൻഡൻ ചെയ്തു. പിന്നെ അവരെങ്ങോട്ടാണ് പോകേണ്ടത്? അവർ സ്വാഭാവികമായിട്ട് ഇത് വിട്ടുപോകും. അവരുടെ പാർട്ടിയാണെന്ന് കരുതിയിരുന്ന പാർട്ടി തങ്ങളെ കൈവിടുമ്പോൾ അവർ പാർട്ടിയെയും കൈവിടും. ഇത് വളരെ സിമ്പിളായിട്ട് ലോജിക്കല്ലേ? അപ്പോൾ അതിന് നമ്മൾ ആ സമുദായങ്ങളെയോ സമുദായ നേതാക്കളെയോ വെള്ളാപ്പള്ളി നടേശനോ അയാളുടെ മകൻ നടേശനോ ചീത്ത പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഈ സമുദായത്തിനകത്തുള്ള ഒരു നിയോ ലിബറൽ ബൂർഷ്വ വിഭാഗമാണ്. ഒരു സാമ്പത്തികമായിട്ട് ഉയർന്ന വിഭാഗമാണ്. അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ബന്ധപ്പെടേണ്ട യാതൊരു കാര്യമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ആ സമുദായത്തിനകത്ത് സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ബഹുമാനമുള്ള ഒരു വലിയ വിഭാഗമുണ്ട്. അവരെങ്ങനെ കൈവിട്ടു പോയി, അവരെങ്ങനെ ഈ പാർട്ടിയെ വിട്ടുപോയി എന്ന് പരിശോധിക്കേണ്ട ചുമതല അവർക്കുണ്ട്. ആ കാര്യത്തിൽ ഇന്ന് വരെ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് ആ പാർട്ടി എടുത്തില്ല. ഞാൻ അതിൻ്റെ ഉത്തരം പറയുക, പാർട്ടിയുടെ നിയോ ലിബറൽ അജണ്ടകൾ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ആളുകൾ അവർക്ക് വേണ്ടാന്നായി. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ നോക്കുക, നായനാരുടെ 3 സർക്കാരുകളുണ്ടായിരുന്നു. നായനാരുടെ 3 സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടകളിലൊന്ന് അധികാര വികേന്ദ്രീകരണം, താഴോട്ട് അധികാരം മാത്രമല്ല പണവും കൊടുത്തിരുന്നു. ഏതാണ്ട് ബജറ്റിൻ്റെ 3% താഴോട്ട് ഡീസെൻട്രലൈസ്ഡ് പഞ്ചായത്തുകൾ കൊടുത്തിരുന്ന സർക്കാരാണ് നായനാരുടെ. ഇപ്പം എന്താ ഇത്തവണ ആകെ ഒരു തവണയായിട്ട് അങ്ങോട്ട് കൊടുത്തുള്ളൂ. പ്രാദേശിക പ്രവർത്തനങ്ങൾക്ക് ഒരു പൈസയില്ല. അപ്പം അതുകൊണ്ട് ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു പ്രവർത്തനങ്ങളും നടത്താൻ കഴിയില്ല. ജനങ്ങളുടെ അജണ്ടകൾ പൂർണ്ണമായിട്ട് വിസ്മരിക്കപ്പെടുന്നു. അതിന് പകരം കൺസൾട്ടൻസികളാണ് വരുന്നത്. കൺസൾട്ടൻസികൾ എന്ന് പറയുന്ന കൂട്ടരാണ് ഈ നാട് ഭരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമാണ് കൺസൾട്ടൻസികൾക്ക് അവർക്ക് കമ്മീഷൻ കിട്ടുന്ന പരിപാടികളിലേക്കേ പോവുള്ളൂ. താഴത്തെ തട്ടിൽ ജനങ്ങളുടെ താല്പര്യങ്ങൾ അവർക്കുള്ളത്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ യഥാർത്ഥത്തിൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരത്തെ കൊണ്ടുവന്നിരുന്ന അജണ്ടകൾ, സാമൂഹികമായ അജണ്ടകൾ, സാമ്പത്തികമായ അജണ്ടകൾ, വികസനത്തെ എന്താ പറയുക വികേന്ദ്രീകൃത വികസനത്തിൻ്റെ അജണ്ടകൾ, താഴെത്തട്ടിലേക്ക് അധികാരം കൊടുക്കുന്നതിൻ്റെ അജണ്ടകൾ, ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അധികാര വികേന്ദ്രീകരണത്തിനെയും സാമ്പത്തിക കേന്ദ്രീകരണത്തിനെയുമായ ഒരു പുതിയ അജണ്ടയിലേക്ക് പാർട്ടി മാറി. ഈ അജണ്ടയാണ് നിയോ ലിബറൽ അജണ്ട എന്ന് പറയുന്നത്. ആ അജണ്ടയിൽ നിന്ന് പാർട്ടി മാറാത്ത കാലത്തോളം ജനങ്ങളെ തിരിച്ച് പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. തോമസ് ഐസക്കാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദികളുടെ ഒരാൾ. തോമസ് ഐസക്ക് എത്ര വിചാരിച്ചു കഴിഞ്ഞാലും ഈ ജനങ്ങൾ ഐസക്കിൻ്റെ അടുത്തേക്ക് വരില്ല. ഐസക്ക് ജനങ്ങളുടെ അടുത്തേക്ക് പോകാൻ തയ്യാറുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. അതായത് NP ചുക്കുട്ടി പറഞ്ഞു, ഈ ജീവൽ ബന്ധം ജനങ്ങളുമായി നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്
അത് സംഘടനാപരമായി മാത്രം സംഭവിച്ചതല്ല എന്നാണോ? അതായത് ഒരു ഭരണകൂടം എന്ന നിലയിൽ തന്നെ, ഒരു ഭരണവർഗം എന്ന നിലയിൽ തന്നെ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന സർക്കാരിനെ സംബന്ധിച്ച അത് വിഷയത്തിലാണോ? ഐസക് തന്നെയാണ് സ്വയം വന്ന് സ്വന്തം കണ്ണാടിയിൽ പോയി നോക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഐസക് എത്ര കാലം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിട്ട്? ഐസക് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, അദ്ദേഹം ജീവൽ ബന്ധം കഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് വല്ല ബന്ധമുണ്ട് ജനങ്ങളുമായിട്ട്? ഏത് ജനങ്ങളുമായിട്ട് അദ്ദേഹം ബന്ധപ്പെടുന്നത്? അപ്പം യഥാർത്ഥത്തിൽ ഐസക് അടക്കമുള്ള കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡർഷിപ്പ് വളരെ കൃത്യമായിട്ട് പരിശോധിക്കണം. എനിക്ക് ജനങ്ങളുമായിട്ട് എന്ത് ബന്ധമുള്ളത്, ജനങ്ങൾക്കിടയിൽ ഞാൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഏത് ജനങ്ങൾക്ക് എന്നെ എങ്ങനെയാണ് കാണുന്നത്, ഇത് ആലോചിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് കാണുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ 20, 25, 30 വർഷം മുമ്പുണ്ടായിരുന്ന പ്രവർത്തന രീതിയല്ല. ചടയൻ ഗോവിന്ദൻ എത്രയോ മാറി പിന്നാലെ വന്ന സെക്രട്ടറി ഒരു വലിയ ഒരു വിഭാഗത്തെ കൂടെ നിർത്തിക്കൊണ്ട് സ്വന്തമായിട്ട് ഒരു ആചാരവൃന്ദവും പിന്നെ ഈ ഇതിലെ തിരുവാതിരക്കളിയൊക്കെ ആയിട്ടാണ് പോകുന്നത്. അങ്ങനെ ഒരു പാർട്ടി സെക്രട്ടറി ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് പാർട്ടി ലീഡർഷിപ്പ് സ്വയം ആലോചിക്കണം, പാർട്ടിയുടെ താഴെത്തട്ടുള്ള ആളുകൾ ആലോചിക്കണം. ഇത് അറിയാതെ എന്തുകൊണ്ട് ഞാൻ ജനങ്ങളിൽ നിന്ന് വിട്ടുപോയി എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ നടത്തും. ഈ തരത്തിൽ സെൽഫ് ക്രിട്ടിക്കലായിട്ട് ആലോചിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ സെൽഫ് ക്രിട്ടിക്കൽ അല്ല, പാർട്ടിയെ മാത്രമാണ് കുറ്റം പറയുന്നത് എല്ലാവരും. ശരി ഡോക്ടർ ആസാദ്, ഇവിടെ പാർട്ടിയുടെ എല്ലാ ഘടനകളിലും ആളുകൾക്ക്, നേതാക്കൾക്ക് ധാർഷ്ട്യവും അഹങ്കാരവുമാണ് എന്ന് പാർട്ടി തന്നെ വിലയിരുത്തുന്നുണ്ട്, എല്ലാ ഘടകങ്ങളിലും എന്ന് പറയുമ്പോൾ ഈ പാർട്ടി തന്നെ നേതൃത്വം കൊടുക്കുന്ന സർക്കാരിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് കേന്ദ്ര കമ്മിറ്റിയുടെ അവലോകന റിപ്പോർട്ട് മൗനം പാലിക്കുകയാണ്. എന്ന് മാത്രമല്ല, എല്ലാവരും തിരുത്തണം, എല്ലാവർക്കും ധാർഷ്ട്യമുണ്ടെന്ന് പറയുമ്പോൾ അത് മുഖ്യമന്ത്രി തിരുത്തേണ്ട കാര്യമല്ല ഞാൻ പറയുന്നതെന്ന് പാർട്ടി സെക്രട്ടറി പ്രത്യേകമായി എടുത്തു പറയുകയാണ്. അത് മുഖ്യമന്ത്രി തിരുത്തേണ്ട ആവശ്യമില്ല, അങ്ങനെ മുഖ്യമന്ത്രിയെ തിരുത്തരുത്, എന്നെ തിരുത്താൻ ആരും വരണ്ട എന്ന് സൂചിപ്പിക്കുന്ന വാക്കുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നിയമസഭയിലും കേട്ടതാണ്. ഞാൻ മാറില്ല, ഞാൻ പറഞ്ഞത് കറക്റ്റാണ്. ഏത് പൂച്ചട്ടി ഉപയോഗിച്ച് ഒരു പ്രക്ഷോഭകന്റെ തല തല്ലിപ്പൊളിക്കുന്നത് രക്ഷാപ്രവർത്തനമാണ് എന്ന് പറഞ്ഞതിനെപ്പറ്റി ഞാൻ മാറ്റി പറയില്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അദ്ദേഹം മാറില്ല എന്ന് അദ്ദേഹം സ്വയം പ്രഖ്യാപിക്കുകയല്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകത അത് മുകളിൽ നിന്ന് താഴേക്ക് രൂപീകരിക്കുന്ന, കെട്ടിപ്പടുക്കുന്ന ഒരു പാർട്ടി എന്നാണ് അവർ പറയുന്നത്. മുകളിൽ നിന്നാണത്, അതായത് മുകളിലേക്ക് കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ തിരുത്തലുകൾ വരേണ്ടത് മുകളിൽ നിന്ന് താഴോട്ട് തന്നെയാണ്, താഴെ നിന്ന് മുകളിലേക്കല്ല. മുകളിൽ നിന്ന് താഴോട്ട് സമീപകാലത്തുണ്ടായ ഒരു സംഗതി, മുകളിലുള്ള അതേ അധികാരപ്രയോഗം, ധാർഷ്ട്യം, അവരുടെ എല്ലാ തരത്തിലുള്ള സംഘടനാ വിരുദ്ധവും വ്യക്തിശാസ്ത്ര വിരുദ്ധവുമായ പ്രവർത്തനങ്ങൾ, അതിന്റെ രീതി എല്ലാം അടിത്തട്ട് വരെ എത്തിക്കഴിഞ്ഞു. അടിത്തട്ടിലെ പ്രവർത്തകർക്കും വർഗ ബഹുജന സംഘടനാ നേതൃത്വത്തിനും അതിന്റെ പ്രവർത്തകർക്കും ഒക്കെ ഉൾപ്പെടെ ഇതൊരു വലിയ പ്രസ്ഥാനത്തിന്, നേരത്തെ ഒരു കവി പറഞ്ഞ പോലെ, ഒരു ശിരസും ആയിരക്കണക്കിന് കൈകളുമുള്ള ഒരു പ്രസ്ഥാനമായിട്ട് അത് നിൽക്കണം മുന്നിൽ, ഒരു ഭീകര സ്വത്വമായിട്ടാണ് നിൽക്കുന്നത്. ഇതിന്റെ കേന്ദ്രത്തിൽ മുകളിലെ തല എന്ന് പറയുന്നത് ഇപ്പോ പിണറായി നയിക്കുന്ന സാമ്പത്തിക രാഷ്ട്രീയ അജണ്ടയും തന്നെയാണ്. ഇപ്പോൾ ചെക്കുട്ടി പറഞ്ഞ പോലെ ആ അജണ്ടയാണ് മുകളിൽ നിൽക്കുന്നത്. അവരുടെ പ്രവർത്തനം നോക്കൂ, വർഗബോധന സംഘടനകൾ നിങ്ങൾ നോക്കൂ. ഇപ്പൊ SFIയുടെ സെക്രട്ടറി വേറെക്കുറെ അതിന്റെ അതേ രീതിയിൽ, SFI നേതാക്കൾ അടിത്തട്ട് വരെ അത് തന്നെയാണ് പറയുന്നത്. അവരുടെ ഭാഷ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം എന്നവരാ, നിങ്ങളൊന്ന് മനസ്സിലാക്കൂ എന്നല്ല വരാ, നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ആ കൊള്ളണം എന്നുള്ളത് വയലൻസ് ആണ്. അല്ലെങ്കിൽ ഞങ്ങളത് മനസ്സിലാക്കിക്കും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുന്നതും തെരുവിൽ SFIക്കാരും പ്രസംഗിക്കുന്നതും. നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, ഞങ്ങൾ വേറെ ഒന്നാണ്. ഞങ്ങൾ എങ്ങനെയാ വേറെ ഒന്നാവുക? ഈ ജനങ്ങളുടെ രൂപത്തിലുള്ളതല്ലേ. ഈ ജനങ്ങളിൽ മറ്റുള്ള ആളുകൾക്കില്ലാത്ത എന്തൊരു പ്രത്യേക കഴിവാണ് ഇവർക്കൊക്കെ ഉള്ളത്. ഇവിടെയാണ് പ്രശ്നം. ജനങ്ങൾ ഇവർ വിചാരിക്കുന്നത് ഇവരുടെയൊക്കെ താഴെയുള്ള ഒരു വിഭാഗമാണ്, ഞങ്ങൾ എന്തോ ഒരു സവിശേഷമായ ഒരു വരേണ്യ വിഭാഗമാണ് എന്നൊരു ധാരണ അവർക്കുണ്ടായി. അതുകൊണ്ട് എന്താ, എങ്ങനെ ന്യായീകരിച്ചാലും ഈ ജനങ്ങൾ അതിന് കീഴടങ്ങി അതൊക്കെ മനസ്സിലാക്കിക്കൊള്ളണമല്ലോ. അപ്പൊ കൊള്ളും എന്നാണ് അവർ വിചാരിക്കുന്നത്. ഇപ്പോ CAA കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ അത് നടപ്പാക്കില്ല എന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിക്കും. എന്നാൽ UAPA നടപ്പാക്കില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ, എന്നിട്ട് നടപ്പാക്കിയില്ലേ UAPA? എത്ര പേർക്ക് നടപ്പാക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു കേന്ദ്ര നിയമം ഇവിടെ നടപ്പാക്കാതിരിക്കാൻ മാത്രമുള്ള ഒരു ഫെഡറൽ സംവിധാനവും സ്വാതന്ത്ര്യവും നമുക്കുണ്ടോ? നമുക്കറിയില്ല. അപ്പൊ നമ്മളൊരു കാര്യം നടപ്പാക്കില്ല എന്ന് പറയുന്നിടത്തൊരു പ്രശ്നമുണ്ട്. പിന്നെ CAA വിരുദ്ധ സമരം പോലെ ഇപ്പോഴല്ല, നേരത്തെ തുടങ്ങുന്ന സമയത്ത് തന്നെ കേരളത്തിൽ, ഇന്ത്യയിലാകെ ജാമിയ മില്ലിയയിലാണെങ്കിലും JNUവിലാണെങ്കിലും ഇന്ത്യൻ സർവകലാശാലകളിൽ SFI ഉൾപ്പെടെയുള്ള സംഘടനകൾ ആ സമരം നടത്തിയിട്ടുണ്ട് CAA-ക്കെതിരെ. പക്ഷേ ദൗർഭാഗ്യവശാൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ അത് നടപ്പാക്കിയത് ഇവർ പറഞ്ഞ ഈ ന്യൂനപക്ഷ സമുദായങ്ങളുടെ വിദ്യാർത്ഥി സംഘടനകളാണ്. SFI ഉണ്ടായിരുന്നില്ല. ഇവിടെ പലയിടത്തും നടത്തിയ മുഴുവൻ സമയ സമര പന്തലുകളിൽ SFIയുടെ
പ്രാതിനിധ്യം അല്ല നമ്മൾ കണ്ട്, അല്ലെങ്കിൽ ഈ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് CPM ആയി ബന്ധപ്പെട്ട വിഭാഗത്തെ അല്ല നമ്മൾ കണ്ടത്. അത്തരമൊരു സമരപ്പന്തലിൽ തീവ്രവാദികളാണ് ഉള്ളത് എന്ന് പറയാൻ മുഖ്യമന്ത്രി തയ്യാറായി. അത് നമ്മൾ കേട്ടതാണ്. അതായത് ഇവരുടെ CPM ഈ കാര്യങ്ങളെയൊക്കെ കാണുന്ന രീതി ഒരു ധാർഷ്ട്യത്തിന്റെ രീതി തന്നെയാണ്. അവര് വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അപ്പോസ്തലന്മാരായവരാണ്. ഇടതുപക്ഷ സമീപനം അവർ ഉപേക്ഷിച്ചു കഴിഞ്ഞു. അത് തോമസ് ഐസക് പറഞ്ഞത് വാസ്തവമാണ്. മാത്രമല്ല തോമസ് ഐസക് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. യുവാക്കളും വിദ്യാർത്ഥികളും അരാഷ്ട്രീയമായ രീതിയിലേക്ക് വലിയ തോതിൽ പോയി കഴിഞ്ഞു എന്ന് തോമസ് ഐസക് പറയുന്നു. ശരിയല്ലേ? വിദ്യാർത്ഥി രംഗവും യുവജന രംഗവും അങ്ങനെ പോകുന്നു എന്നതിന്റെ മറ്റൊരു ദുരന്തം എന്ന് പറയുന്നത് മുൻകാലങ്ങളിലുള്ള പോലെയല്ല CPMന്റെ നേതൃത്വത്തിലേക്ക് ഇപ്പോൾ ആളുകളെ കൊണ്ടുപോകുന്നത്. നേരത്തെ ട്രേഡ് യൂണിയനുകളിൽ നിന്നായിരുന്നു, വർഗ സംഘടനയിൽ നിന്ന്, വർഗ പ്രസ്ഥാനങ്ങളിൽ നിന്നായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ ഉയർന്നു വന്നിരുന്നത്. അങ്ങനെയാണ് VS ആണെങ്കിലും MM ലോറൻസ് ആണെങ്കിലും KN രവീന്ദ്രനാഥ് ആണെങ്കിലും ചടയൻ ഗോവിന്ദനാണെങ്കിലും മറ്റു പലരും ആനത്തലവട്ടം ആനന്ദനാണെങ്കിലും ഒക്കെ ഉയർന്നു വന്നത് ഈ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ അകത്തുനിന്നാണ്, ട്രേഡ് യൂണിയൻ നിന്നാണ്. പക്ഷെ ഇപ്പോൾ ഉയർന്നു വരുന്നത് വിദ്യാർത്ഥി യുവജന വിഭാഗങ്ങളിൽ നിന്നാണ്. അതായത് ഈ പറഞ്ഞ അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്ന ഒരു വിഭാഗത്തിന്റെ പ്രതിനിധികളെയാണ് മന്ത്രിസഭയിലേക്കാണെങ്കിലും സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലേക്കാണെങ്കിലും കൊണ്ടുപോയിരുത്തിയിട്ടുള്ളത്. അവരാണ് ഇനി ഇടത്തട്ടിൽ ഒരുപക്ഷെ രണ്ടാം നിരയിലൊക്കെ ഉപേക്ഷിക്കപ്പെട്ട, തിരസ്കരിക്കപ്പെട്ട, അനവധി സമരങ്ങൾ ചെയ്ത, അനവധി രാഷ്ട്രീയ പ്രയോഗ ചാതുര്യമുള്ള അനുഭവങ്ങളുള്ള എത്രയോ സഖാക്കളെ തടഞ്ഞുകൊണ്ട് അവരെ മാനസികമായി തകർത്തുകൊണ്ട് അവരെ സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഈ അരാഷ്ട്രീയത്തിന്റെ ഒരു ലീഡർഷിപ്പ് കേരളത്തിലെ CPM നേതൃത്വത്തിലുണ്ടായി. അവരാണ് തിരുത്തും എന്ന് പറയുന്നത്. അവരെങ്ങോട്ടാണ് തിരുത്താൻ പോകുന്നത്? 96 തിരുത്തൽ റെക്ടിഫിക്കേഷൻ ക്യാമ്പയിൻ ആരംഭിച്ചു. അതിന്റെ പ്രമേയം കൊണ്ടുവന്നു. ആ പ്രമേയത്തിൽ പല തിരുത്തലുകൾ വരുത്തിയതല്ലാതെ ഇനിയും തിരുത്തി അവതരിപ്പിക്കുന്ന പറയുന്നത്. ആ പ്രമേയത്തിൽ പുതിയ തിരുത്തലുകൾ അല്ലാതെ പ്രമേയത്തിനനുസരിച്ച് പാർട്ടി തിരുത്തുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഡോക്ടർ ആസാദ്, ഈ പുതിയ തലമുറ അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്ന ഡോക്ടർ തോമസ് ഐസകിന്റെ നിരീക്ഷണം ഉണ്ടല്ലോ, പുതിയ തലമുറ അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നു എന്ന ഡോക്ടർ TM തോമസ് ഐസകിന്റെ ആ വിശകലനം അത് എത്രമാത്രം യുക്തിസഹമാണ്? അതായത് പാർട്ടി ചിന്തിക്കുന്ന ലൈനിൽ തന്നെ രാഷ്ട്രീയം പറയുകയോ ചിന്തിക്കുകയോ ചെയ്യാത്തവരൊക്കെ അരാഷ്ട്രീയവാദികളാണെന്ന് മുദ്രവെത്താൻ CPM-നും CPM നേതാക്കൾക്കും എന്താ അധികാരം? അല്ല, ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. SFI എന്ന് പറയുന്ന സംഘടന ഇപ്പൊ ഏറ്റവും അധികം ചർച്ച ചെയ്തൊരു സംഘടന ഏതാണല്ലോ SFI എന്ന് പറയുന്നത്. ഞാനൊരു പഴയ SFI-കാരായിരുന്നു. SFI എന്ന് പറയുന്ന സംഘടന കേരളത്തിൽ വിദ്യാർത്ഥികളുടെ അവകാശ സമരങ്ങൾ നയിക്കുക മാത്രമല്ല ചെയ്തത്. അവർ 70കളിലെ അടിയന്തരാവസ്ഥ കാലത്ത് ആ രീതിയിൽ സമരം ചെയ്ത് ജയിലിൽ പോയിട്ടുണ്ട്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കേരളത്തിലുണ്ടായിരുന്ന രാഷ്ട്രീയമായ ഉണർവിന് മാത്രമല്ല, ഇവിടെ ഉണ്ടായിരുന്ന സാംസ്കാരിക ഉണർവിന്, കവിതയിലും കലയിലും സാഹിത്യത്തിലും എമ്പാടും ഉണ്ടായിരുന്ന ഭാവുകത്വപരമായ മാറ്റങ്ങൾക്ക് വലിയ തോതിൽ ക്യാമ്പസുകൾ വേദിയായിട്ടുണ്ട്. ക്യാമ്പസ് കേരളത്തിന്റെ പൊതുബോധത്തെ സാംസ്കാരിക നവോത്ഥാനത്തിലേക്ക്, പുതിയ തരത്തിലുള്ള ഭാവുകത്വ പരിസരങ്ങളിലേക്ക്, സൗന്ദര്യശാസ്ത്ര സമീപനങ്ങളിലേക്ക്, വിപ്ലവകരമായ ബോധ്യങ്ങളിലേക്ക് നയിക്കുന്നതിൽ ക്യാമ്പസുകൾ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. നമ്മുടെ ചലച്ചിത്ര മേഖലയില് അതിന്റെ സിനിമ, പുതിയ എന്താ പറയാ, ഫിലിം സൊസൈറ്റികൾ രൂപീകരിക്കുന്നത് മുതൽ, നാടകരംഗത്ത് പുതിയ ക്യാമ്പസ് തിയേറ്ററിന്റെ രൂപം കൊടുക്കുന്നത് മുതൽ എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനം SFI നടത്തിയിട്ടുണ്ട്. അതൊരു ചരിത്രമാണ്. അതിൽ നിന്ന് എപ്പോഴാണ് അവർ പിറകോട്ട് പോയത്? മുമ്പൊക്കെ ക്യാമ്പസിൽ ഒരു ചർച്ച നടക്കുമ്പോൾ വലതുപക്ഷ അജണ്ടയിൽ ഏറ്റവും ശക്തമായി സംസാരിക്കുന്ന ആളുകളെ വിളിച്ചു കൊണ്ടുവന്ന് സംസാരിപ്പിക്കുമായിരുന്നു. ക്യാമ്പസുകളിൽ പൊതുജനാധിപത്യ വേദിക്ക് SFI രൂപം കൊടുക്കുമായിരുന്നു. എല്ലാ വിഭാഗം ആളുകളെയും കൂട്ടിയിരുത്തിയിട്ടാണ് തങ്ങളുടെ ആശയം അവർ ധീരമായി സംസാരിക്കുമായിരുന്നു. അതിൽ നിന്ന് പിറകോട്ട് പോയില്ലേ? പിറകോട്ട് പോയി ഞങ്ങൾ പറയുന്നത് മാത്രം കേട്ടാൽ മതി, ഞങ്ങളുടെ കൊടി മാത്രം ഉയർന്നാൽ മതി, ഞങ്ങളല്ലാതെ മറ്റൊരു സംഘടന ഇവിടെ വേണ്ട, മറ്റൊരു പ്രസ്ഥാനം ക്യാമ്പസുകളിൽ ആവശ്യമില്ല, അവരെ വളരെ അനുവദിക്കില്ല. ഈ തരത്തിലായില്ലേ? സത്യത്തിൽ SFI ക്യാമ്പസുകളിൽ ഇടിമുറി ഉണ്ടാക്കുന്നുണ്ടോ വെച്ചാൽ ഇടിമുറിയൊന്നും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പകരം അവര് ഇത്തരം ആളുകളെ ഉപദ്രവിക്കുന്നുണ്ട്. ഇടിമുറി എന്ന് പേരെഴുതി വെച്ച മുറിയിലല്ല, അവർക്ക് സൗകര്യമുള്ള മുറിയിലായിരിക്കും. അതുകൊണ്ട് മാധ്യമങ്ങൾ പോയി ഇടിമുറി എവിടെയെന്ന് തെരഞ്ഞ ഒരു ക്യാമ്പസിൽ കാണില്ല. പക്ഷെ അതിൽ ഏത് മുറിയും ഏത് സന്ദർഭത്തിലും ഇടിമുറിയാവാവുന്ന അവസ്ഥയിലേക്ക് ഒരു ഭൂരിപക്ഷ എന്താ പറയാ, ആധിപത്യപരമായ ഹിംസാത്മകമായ ഒരു ഭൂരിപക്ഷ സംവിധാനമായിട്ട് അത് മാറുകയും അതിന്റെ സർഗാത്മക വിപ്ലവകരമായ ബോധ്യങ്ങളെ, ഇടതുപക്ഷ ആശയങ്ങളുടെ ഇത്തരം വേദികളെ, രംഗങ്ങളെ, പ്രയോഗ രീതികളെ അവരില്ലാതാക്കി കളഞ്ഞില്ലേ കേരളത്തിലെ? അതെപ്പോഴാണ്? പ്രത്യേകിച്ചും 80കൾക്ക് ശേഷം സംഭവിച്ചൊരു വലിയ മാറ്റമാണത്. 80കൾക്ക് ശേഷം SFIയെ നിയന്ത്രിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളൊക്കെ സ്വന്തം ഗ്രൂപ്പുകൾ ഉണ്ടാക്കാനും സ്വന്തം വിഭാഗീയത ശക്തിപ്പെടുത്താനും മാത്രം ശ്രദ്ധിക്കുകയും അതിന്റെ സർഗാത്മക മൂല്യങ്ങളെ തുടച്ചു മാറ്റുന്ന രീതിയിൽ പുതിയ രീതിയിൽ റിക്രൂട്ട്മെന്റ് നടത്തുകയും ചെയ്തു. അതിന്റെ അനുഭവമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ആ റിക്രൂട്ട്മെന്റ് ചെയ്യപ്പെട്ടവരാണ് CPM-നെ നയിക്കുന്ന കേരളത്തിലെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് പോലും ഇരിക്കുന്നത്. അതായത് പഴയ കാലത്തെ SFIയുടെ വീറ് പറയാനും ചരിത്രം പറയാനും
അവർക്കിന്ന് അവകാശമില്ലാതെയാവുകയാണ്. കാരണം ആ പ്രവർത്തനമല്ല ഇന്ന് പ്രവർത്തിക്കുന്നത്. കാരണം അത് അവരുടെ കുറ്റമല്ല, അവരങ്ങനെ ആക്കി തീർക്കും വിധം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ മാറ്റി തിരുത്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. തിരുത്തും എന്ന് പറയുമ്പോൾ അത് തിരുത്തലിന് വേണ്ടി അത് പറയുന്നത്, അല്ലാണ്ട് ഇത് പ്രകാശ ഭാഷ പ്രകോപിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇത് തിരുത്തണം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ തിരുത്താനുണ്ട്, അതുകൊണ്ടല്ലേ നമ്മൾ ഇതൊക്കെ സംസാരിക്കുന്നത്. ശ്രീ പ്രകാശ് മാസ്റ്റർ, ഈ അവലോകന റിപ്പോർട്ടിൽ SNDP പറ്റി പറയുന്നൊരു ഭാഗമുണ്ട്. കാസ്റ്റ് ആൻഡ് കമ്മ്യൂണൽ ഓർഗനൈസേഷൻ പ്ലേഡ് എ heightened role in election. The SNDP leadership has worked in favor of the BJP by and large. അതിനുശേഷം പറയുന്നു, the party should also work out appropriate steps to expose and counter the dubious role of the SNDP leadership. അതായത് SNDP എന്ന സംഘടനയല്ല, മുമ്പ് പറഞ്ഞ സംഘടനകളുടെ പേരല്ല പറയുന്നത്, ആ സംഘടനയുടെ നേതൃത്വത്തെ പർട്ടിക്കുലറായിട്ട് പറയുകയാണ്. അത് SNDPയുടെ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശനാണ്. വെള്ളാപ്പള്ളി നടേശൻ BJPയുമായി കൈകോർത്തു എന്നാണ് പറഞ്ഞതിൻ്റെ പച്ച മലയാളം. ഈ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോഴും നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും സംസ്ഥാന സർക്കാർ രൂപീകരിച്ച നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനാണ്. ഈ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷവും ഈ ചർച്ചകളൊക്കെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും കേന്ദ്ര കമ്മിറ്റിയിലും ഉണ്ടായതിനു ശേഷം പോലും പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗമായ മുഖ്യമന്ത്രി പിണറായി വിജയനോ MV ഗോവിന്ദൻ മാസ്റ്ററോ ഒരു വാക്ക് എന്നൊരു വാക്ക് വെള്ളാപ്പള്ളി നടേശനെതിരെ പറഞ്ഞിട്ടില്ല. ഈ പാർട്ടി രേഖയിൽ പറയുന്നത് SNDP ലീഡർഷിപ്പ് എന്ന് പർട്ടിക്കുലറായിട്ട് പറഞ്ഞിട്ട് പോലും. അതെന്തുകൊണ്ടാകും? അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഇവിടെ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഈ ഏതെങ്കിലും നിലയ്ക്ക് രാഷ്ട്രീയമോ സംഘടനാപരമോ ആയ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് അത് ജനങ്ങളോട് തുറന്നു പറയുന്ന ഒരൊറ്റ പാർട്ടിയേ ഉള്ളൂ, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. നിങ്ങളെപ്പോഴെങ്കിലും കോൺഗ്രസ് തെറ്റിയിരുന്ന കാര്യം കേട്ടിട്ടുണ്ടോ? BJPക്കാരോ ലീഗുകാരോ തെറ്റിയിരുന്ന കാര്യം കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ അത്തരം തെറ്റിയിരുത്തലുകളെ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ സമീപിക്കുന്നത്? അവർ സമീപിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണ്ടെത്തിയ തെറ്റുകളെ വെച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകെ തെറ്റുകളുടെ കൂമ്പാരമാണ്. ഇവിടെ തെറ്റ് പറ്റുന്ന ഒറ്റ പാർട്ടിയേ ഉള്ളൂ. ഇത് സ്ഥാപിക്കാനാണ് എൻ്റെ ചർച്ചക്കാരായിട്ടുള്ള രണ്ടുപേരും ശ്രമിക്കുന്നത്. അതിനുവേണ്ടിയാണ്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നിയോ ലിബറൽ പൊളിറ്റിക്കൽ അജണ്ട ഈ ഇന്ത്യ രാജ്യത്ത് ആകെ കേവല ദാരിദ്ര്യം നിർമ്മാണം ചെയ്തത് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റാണ്. അത് ഈ പറയുന്ന നിയോ ലിബറൽ പൊളിറ്റിക്കൽ അജണ്ടയാണോ? 55 ലക്ഷം ആളുകൾക്ക് വീട് കൊടുത്തിരിക്കുന്ന ഈ ഗവൺമെൻറ്, അത് ഈ പറയുന്ന നിയോ ലിബറൽ പൊളിറ്റിക്കൽ അജണ്ടയാണോ? 600 രൂപ എന്നുള്ള പെൻഷൻ 1600 ആക്കി 32 ലക്ഷം പേർ എന്നുള്ളത് 62 ലക്ഷം പേർ കൊടുത്തിരിക്കുന്നു. അത് നിയോ ലിബറൽ അജണ്ടയാണോ? വിദ്യാഭ്യാസത്തെയും ആരോഗ്യരംഗത്തെയും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ നിലക്ക് മെച്ചപ്പെടുത്തിയിരിക്കുന്നു. അതാണോ നിയോ ലിബറൽ അജണ്ട എന്ന് പറയാൻ വേണ്ടി കഴിയുക? ഇവിടെ പറഞ്ഞല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പഴയ നേതാക്കന്മാർ ചടയൻ ഗോവിന്ദനുണ്ടായ കാലത്ത് പോലെയല്ല. ഞാൻ ചോദിക്കട്ടെ, 2021 തെരഞ്ഞെടുപ്പ് നടന്നല്ലോ. ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഏറ്റവും വലിയ മുന്നേറ്റം ഉണ്ടായ തെരഞ്ഞെടുപ്പല്ലേ അത്? LDFന്റെ വോട്ട് ശതമാനം കൂടി, LDFന് കിട്ടിയ സീറ്റുകൾ കൂടി. അപ്പോൾ പിന്നെ നിയോ ലിബറൽ കാലത്ത് നേതാക്കന്മാരുടെ കാലത്ത് അത് വെറും 3 കൊല്ലം മുമ്പാണല്ലോ. നിങ്ങൾ എങ്ങനെ അടച്ചാക്ഷേപിക്കുന്നത്? അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും പറഞ്ഞു, പിന്നെ മുഖ്യമന്ത്രിയെ ആക്രമിക്കുന്നതിൻ്റെ പ്രശ്നം എന്താ? എതിരാളികൾക്ക് കൃത്യമായി ബോധ്യമുണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെന്റ് നിൽക്കുന്നതിൻ്റെ ഇന്നത്തെ മുഖ്യ നേതാവ് മറ്റാരുമല്ല, സഹ പിണറായി വിജയനാണ്. പാർട്ടിക്കകത്ത് വിഭാഗീയത പരിഹരിക്കുന്നതിൽ, കേരളത്തിലെ പാർട്ടി വിജയത്തിലേക്ക് നയിക്കുന്നതിൽ, ഏറ്റവും ശക്തമായ നിലയ്ക്ക് ഗവൺമെന്റിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ, രാജ്യത്തിനാകെ മാതൃകയാകുന്നതിൽ നിൽക്കുന്ന ഒരു ദീപസ്തംഭമാണ് ഈ കേരളത്തിൽ പിണറായി വിജയൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യുക, അദ്ദേഹത്തെ ശരിപ്പെടുത്തുക. അതുകൊണ്ട് അദ്ദേഹം തെറ്റുകളുടെ കൂമ്പാരമാണ് സ്ഥാപിക്കുക. അദ്ദേഹത്തെ പോലൊരു ദോഷക്കാരൻ വേറെ ദീപസ്തംഭമാണ് പിണറായി വിജയൻ എന്നത് പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ നിലപാടാണോ അത് പ്രകാശ് മാസ്റ്ററുടെ വ്യക്തിപരമായ നിലപാടാണോ? അത് കേരളത്തിലെ പാർട്ടിയിൽ പിണറായി വഹിക്കുന്ന പങ്ക് പരിശോധിക്കുന്ന ആർക്കും കാണാൻ കഴിയുന്ന കാര്യമാണ്. കേരളത്തിൽ ഇപ്പൊ ഞങ്ങള് ഈ പറയുന്ന പോലെ വ്യക്തികളെ വല്ലാതെ നിലക്ക് ഉയർത്തി കാണിക്കാറൊന്നുമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദീപസ്തംഭം എന്ന് വിളിക്കുന്നു, മറ്റ് പല പേരുകളും ഉപേക്ഷിച്ച് സൂര്യൻ എന്ന് പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നു. അങ്ങനെ ഒരു രീതി CPM-ൽ ഉണ്ടായിരുന്നില്ല. എനിക്ക് ഓർമ്മയില്ല അങ്ങനെ ഒരു 20 വർഷം മുമ്പ് ഏതെങ്കിലും നേതാവിന് സൂര്യൻ എന്ന് വിളിക്കുന്നു, ദീപസ്തംഭം എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അല്ല, ഉണ്ടായ കാര്യം നമ്മൾ കാണണല്ലോ. ഈ കേരളത്തിലെ പാർട്ടി വിഭാഗീയത ഉണ്ടായ കാലത്ത് അതിനെ ചെറുക്കുന്നതിൽ ഫലപ്രദമായ നിലയ്ക്ക് മുന്നോട്ട് വന്ന നേതാവായിരുന്നു സഖാ പിണറായി. കേരളത്തിൽ വിഭാഗീയത ഉണ്ടാകുമ്പോൾ പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ വിഭാഗീയത അവസാനിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ കടമയാണ്. അതിന് അദ്ദേഹത്തെ ദീപസ്തംഭം സൂര്യനെന്നും വിളിക്കുന്നതിനാണ്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 2ാം മൂഴ കിട്ടിയത് സഖാ പിണറായി വിജയന്റെ ഗവൺമെന്റാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാത്ത കാര്യമല്ലല്ലോ. LDFന്റെ വോട്ട് വർദ്ധിച്ചത് 21 തെരഞ്ഞെടുപ്പിലാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാത്ത കാര്യമല്ലല്ലോ. അപ്പോൾ
കേരളത്തിലെ പാർട്ടി, അത് ഞങ്ങളുടെ PB മെമ്പർ കൂടിയാണ്, കേരളത്തിലെ പാർട്ടിയെ നയിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നത് പ്രകാശ് മാസ്റ്റർ അവിടെയാണ് എന്റെ ലോജിക്കൽ എനിക്ക് തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. പ്രകാശ് മാസ്റ്റർ, അതായത് പാർട്ടിക്ക് തുടർഭരണം ഉണ്ടാക്കിയ, പാർട്ടിക്ക് വോട്ട് വർദ്ധിപ്പിച്ച നേതാവ് പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ റോള് വളരെ പ്രധാനമാണെന്ന് അങ്ങ് പറയുന്നു. എങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തോൽവിക്കും അതിന്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിന് കൊടുക്കണ്ടേ? അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കണ്ടേ? അല്ല, ഞാൻ പറയുന്നത് അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യുന്നതിന്റെ കാരണമാണ്. അദ്ദേഹം ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് തെറ്റുകളെ കൊണ്ടല്ല. അദ്ദേഹം ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തേ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാനാവുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ പ്രതിരോധിക്കുക പാർട്ടിയുടെ ചുമതലയാണ് എന്നുള്ളത് ഞങ്ങൾ കാണുന്നുണ്ട്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഇവിടെ ഇപ്പോൾ പറഞ്ഞില്ല, ഇപ്പോൾ നിങ്ങൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞ ജാതി സംബന്ധിച്ച് ഞാൻ ചോദിക്കട്ടെ, ജാതി രാഷ്ട്രീയം ഇന്ത്യക്കകത്ത് വഹിക്കുന്ന പങ്കെന്താണെന്നുള്ളത് അറിയാത്തവരാണോ നിങ്ങൾ? ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളിൽ ജാതി കൈകാര്യം ചെയ്ത രാഷ്ട്രീയ പാർട്ടികളുണ്ട്? പല പ്രാദേശിക പാർട്ടികളും കൈകാര്യം ചെയ്യുന്നത് എന്തിന്റെ മേലെയാ? ജാതിയുടെ മേലെയല്ലേ? ലോകത്തിലെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജാതി സാമൂഹ്യ ജീവിതത്തിൽ വലിയ പങ്കുവഹിക്കുന്ന ഒരു നാടാണ് ഇന്ത്യ രാജ്യം. കേരളത്തിലും അത് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു SNDP ഈ കേരളത്തിലേക്ക് ഉയർന്നു വന്നിരിക്കുന്ന ഒരു വലിയ നവോത്ഥാന പ്രസ്ഥാനമായിരുന്നല്ലോ. ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ ഈ കേരളത്തെ എത്ര നവീകരിച്ചു എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്, പിന്നോക്ക ജാതിയിൽപ്പെട്ടിരിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ, അവരാണ് ഈ പ്രസ്ഥാനത്തിന്റെ കരുത്ത്. ഈയിടവരുടെ വലിയ നിലകളുള്ള പങ്ക് ഈ പാർട്ടിയുടെ പ്രവർത്തനത്തിനുണ്ട് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. SNDP വഹിച്ചിട്ടുള്ള പുരോഗമന പങ്കിനെ ഞങ്ങൾ കുറച്ച് കാണുന്നില്ല. എന്നാൽ ഇവിടെ ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ മകൻ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കുന്നു. ആ പാർട്ടി BJPയുടെ മുന്നണിക്കകത്തേക്ക് പോകുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ സമീപകാലത്ത് BJP സ്ഥാനാർത്ഥിയെ ആശീർവദിക്കാൻ മുന്നോട്ടേക്ക് വരുന്നു. അങ്ങനെയെല്ലാമുള്ള കാര്യങ്ങൾ അത് പരിശോധിക്കേണ്ടതല്ലേ? എന്നാൽ അവരാകെ പൂർണ്ണമായിട്ട് BJP ആയിരിക്കുന്നു എന്നൊന്നും പറയാൻ ഞങ്ങളില്ല. ഇവിടെ പാർട്ടി റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത് ഡ്യൂബിയസ് റോൾ ഓഫ് SNDP ലീഡർഷിപ്പ്, അതുപോലെ BJPയെ സഹായിക്കുന്ന കാര്യത്തിൽ SNDP ലീഡർഷിപ്പിന്റെ സംശയകരമായ പങ്ക് അത് തുറന്നു കാട്ടണം, എതിർക്കണം എന്നാണ് പറയുന്നത്. അത് ആരാണ് SNDP ലീഡർഷിപ്പ്? തുഷാർ വെള്ളാപ്പള്ളി മാത്രമാണ്? അത് വെള്ളാപ്പള്ളി നടേശനാണോ? അല്ല, BDJS വെള്ളാപ്പള്ളിയുടെ മകനല്ലേ ഈ പറയുന്ന? അങ്ങനെയാണെങ്കിൽ വെള്ളാപ്പള്ളിയുടെ മുഖത്ത് നോക്കി പറയണ്ടേ? വെള്ളാപ്പള്ളി നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, നിങ്ങൾ BJPയുമായി കൈകോർക്കരുത് എന്ന് വെള്ളാപ്പള്ളി നടേശന്റെ മുഖത്ത് നോക്കി പാർട്ടിക്ക് പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഇന്നലെ തീരുമാനിച്ചാൽ ഇന്ന് രാവിലെ പറയണ്ടല്ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ പ്രകാശ് മാസ്റ്റർ, നമ്മൾ ശിശുക്കളല്ല, നമ്മൾ പ്രകാശ് മാസ്റ്റർ ഉൾപ്പെടെ രാഷ്ട്രീയ വിദ്യാർത്ഥികളുമല്ല. BDJS എന്ന പാർട്ടി SNDPയുടെ ആശീർവാദത്തോടെ ഉണ്ടാക്കുമ്പോൾ അത് വെള്ളാപ്പള്ളി നടേശനെ അറിഞ്ഞിട്ടല്ല എന്ന് നിങ്ങൾ കഴിഞ്ഞ 8 വർഷമായിട്ട് വിശ്വസിച്ചോ? ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ നിങ്ങൾ BDJS ഉണ്ടാക്കി കേരളത്തിലെ ജനങ്ങളെ SNDP പ്രവർത്തകരെ വഞ്ചിക്കരുത്, നിങ്ങൾ നവോത്ഥാന സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തിരുന്നുകൊണ്ട് ഈ BJPക്ക് വേണ്ടി വിടുപണി ചെയ്യരുത് എന്ന ഒരു വാക്ക് മിണ്ടാൻ സംസ്ഥാനത്തെ പാർട്ടി കഴിയാത്തത്? അല്ല, അതെങ്ങനെയാണ് പറയേണ്ടത് എന്നുള്ളത് പാർട്ടിയല്ലേ തീരുമാനിക്കാം. പക്ഷെ ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം ഇതാണ്, ഇവിടെ ഈഴവരടക്കമുള്ള പിന്നോക്ക ജാതി വിഭാഗങ്ങൾക്ക് മനുഷ്യരായി മാറാൻ കഴിഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻകൈയിൽ നടന്ന പോരാട്ടങ്ങളിലൂടെയാണ്. അത് തീർച്ചയായിട്ടും ഈ പറയുന്ന SNDP ഉൾപ്പെടെ നവോത്ഥാനത്തിന്റെ ഭാഗമായിട്ട് വന്ന ജാതീയ പ്രസ്ഥാനങ്ങൾ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്, ഞങ്ങൾ നിഷേധിക്കുന്നില്ല. എന്നാൽ അത്തരം പ്രസ്ഥാനങ്ങളെ ഇന്ന് BJP സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു, ജാതി പാർട്ടികളെ കൂടെ നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നു, ഭയപ്പെടുത്തി കൂടെ നിർത്തുന്നു. അത്തരം കാര്യങ്ങളിൽ SNDP വഹിക്കുന്ന പങ്ക് പരിശോധിക്കപ്പെടേണ്ടതാണ്. SNDP വെറുതെ ഉണ്ടായിട്ടില്ലല്ലോ. BDJS ഈ പറയുന്ന പോലെ തന്നെ അവർ സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ SNDPക്ക് സഹായകമായി ഇവിടെ BJPക്ക് സഹായകമായിട്ട് വരുന്നത് പലപ്പോഴും നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഈ പിന്നോക്ക ജാതിക്കാരോട് അവരാകെ BJP പോയി ഒന്നുമല്ല. പിന്നോക്ക ജാതിക്കാരുടെ അത്താണി ഒരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അവരുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ ശ്രമിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അവർക്ക് നട്ടൽ ഉയർത്തി പിടിച്ചു നിൽക്കാനുള്ള കരുത്തുണ്ടാക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അത് നയിച്ച ഗവൺമെന്റുകളാണ് എന്നുള്ളത് ആർക്കറിയാതിരിക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻകൈ നടത്ത പോരാട്ടങ്ങൾ വഹിച്ച പങ്ക് ആർക്ക് നിഷേധിക്കാൻ വേണ്ടി കഴിയുക? അപ്പോൾ അത്തരം ഒരു വിഭാഗത്തെ BJPയുടെ ആലയത്തിലേക്ക് കൊണ്ടുകെട്ടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന് ചെറുക്കാനുള്ള ചുമതല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുക. അത് ഞങ്ങൾ ചെറുക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ജാതി വഹിച്ചിരിക്കുന്ന പങ്ക് നിർണായകമായ ഒന്നാണ് ഇന്ത്യയിലാകെ. നിങ്ങൾ പരിശോധിക്കുമ്പോൾ കാണാം എന്ന് പറഞ്ഞാൽ. എന്നാൽ പഴയ കാലത്തെ പോലെ പിന്നോക്ക ജാതിക്കാരാകെ BJPയുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. അവർ വലിയ നിലക്ക് തന്നെ മാറി വരുമ്പോൾ UPയിലെ തെരഞ്ഞെടുപ്പിന്റെ ഫലം, ആ തെരഞ്ഞെടുപ്പ് ഫലം എന്താ തെളിയിക്കുന്നത്? പിന്നോക്ക ജാതിയിൽപ്പെട്ടിരിക്കുന്ന ആളുകൾ പഴയതുപോലെ BJP ആശ്രയിക്കുന്നില്ല എന്നാണ്. അവർ BJP ആശ്രയിക്കാനാവില്ല, മറ്റു പാർട്ടികളൊക്കെ അവർ വരികയാണ്. അപ്പോൾ
ജാതിക്കകത്ത് തന്നെ വന്നുകൊണ്ടിരിക്കുന്ന ഗൗരവമായ മാറ്റങ്ങൾ തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഞങ്ങളെ കാര്യങ്ങളെ ഗൗരവമായി നിലക്കുന്ന പാർട്ടി കേന്ദ്ര കമ്മിറ്റി പരിശോധിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്വാധീനം എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. സ്വാധീനം എങ്ങനെയാണ്, നെഗറ്റീവാണോ പോസിറ്റീവാണോ അത് പരിശോധിക്കണം. അത് വെച്ച് ഇടപെടണമെന്നാണ് ഞങ്ങൾ ആലോചിച്ചത്. അത് SNDPക്കും ബാധകമാണ്. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം ഒരു വ്യക്തമായ നിലപാട് പാർട്ടിക്കുണ്ട്. ആ നിലപാട് വെച്ചുകൊണ്ട് നയങ്ങളും നടപടികളും പാർട്ടി സ്വീകരിക്കുകയും ചെയ്യും. ശരി, ശ്രീ NP ചേക്കുട്ടി, അങ്ങ് തുടക്കത്തിൽ പറഞ്ഞത് ഒരു കാര്യമുണ്ട്. ഈ പാർട്ടി ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തെ വിലയിരുത്തുമ്പോൾ അതിന് രാഷ്ട്രീയമായി സമീപിക്കുകയാണെങ്കിൽ ഈ സമുദായ പാർട്ടികളുടെയും ജാതി സംഘടനകളുടെയും നിലപാട് നോക്കിയിട്ട് അത് ആയിരിക്കില്ലല്ലോ. എല്ലാ ജാതി സമുദായ പാർട്ടികളുടെയും അടിസ്ഥാന വർഗത്തിന് ഈ സർക്കാർ, ഈ പാർട്ടി എന്ത് ചെയ്തു, അവർക്ക് വേണ്ടി എത്ര ശബ്ദിച്ചു എന്ന കാര്യം പറഞ്ഞാൽ മതി. അതിനപ്പുറം ഒരു പാർട്ടിയുടെ ലീഡർഷിപ്പ് BJPയുമായി കൈകോർത്തു, മുസ്ലിം ലീഗ് എന്നൊരു പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയും SDP-യുമായി സഹകരിച്ചു, അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് കുറഞ്ഞു, അങ്ങനെയൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് വിശകലനം ഇതിനു മുമ്പ് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി നടത്തിയിട്ടുണ്ടോ? അല്ല, ഞാൻ ഈ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് എനിക്ക് സത്യത്തിൽ എൻ്റെ മുമ്പിൽ വന്നിട്ടില്ല. ഹിന്ദുവിൽ വന്ന റിപ്പോർട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെയാണ് അവർ ഈ വിഷയത്തെ കണ്ടതെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പം MV ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ ഇപ്പം മാഷം അടക്കം വിശദീകരിക്കുന്നത് ഈ ജാതി സമുദായ ശക്തികളുടെ അമിത പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഒരു ഉത്കണ്ഠയാണ് അവർ പ്രകടിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അമിത പ്രാധാന്യം കേരളത്തിലില്ല. UP-യിലുണ്ടാവാം, അതുപോലെ തന്നെ ബീഹാറിലുണ്ടാവാം. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരളത്തിന് അതിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രമുണ്ട്, ഒരു സാമൂഹിക ചരിത്രമുണ്ട്. കേരളത്തിലെ സമൂഹത്തിൻ്റെ ഒരു എന്താ പറയുക ഇവല്യൂഷൻ ഉണ്ടാകുന്നത് വളരെ ശക്തമായിട്ടുള്ള സാമൂഹിക രാഷ്ട്രീയ സമരങ്ങളിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ജാതിയും സാമുദായികവുമായിട്ടുള്ള സ്വാധീനം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഓവർ പവറിങ് അല്ല കേരളത്തിൽ. അങ്ങനെ ഒരു കാലത്തും ആയിരുന്നില്ല. ഒരു മതേതരമായിട്ടുള്ള രാഷ്ട്രീയത്തിൽ ശക്തമായിട്ടുള്ള അടിത്തറയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് കേരളത്തിൽ മതേതര അടിത്തറ കംപ്ലീറ്റ് ഇല്ലായ്മ ചെയ്യപ്പെട്ടു എന്ന് പാർട്ടി വിലയിരുത്തിയിട്ട് അത് അവർ പറയേണ്ടതാണ്. പക്ഷേ കേരളത്തിൽ ഇന്നത്തെ സൊസൈറ്റിയെ വാച്ച് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അറിയാം, കേരളത്തിൽ ഇന്നും മതേതരമായ ഒരു ശക്തമായ അടിത്തറയുള്ള ഒരു സൊസൈറ്റിയാണ് കേരളം. പക്ഷേ ഈ മതേതര അടിത്തറയുടെ ബോധ്യപ്പെട്ടുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ നിലപാടുകൾ എടുക്കാനും ആ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനും ഇവർ തയ്യാറില്ല എന്നുള്ളതാണ് പ്രശ്നം. യഥാർത്ഥത്തിൽ ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ കൂടെ നിൽക്കുന്ന സമുദായങ്ങളിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ BJP-യിലേക്ക് പോകുന്നുണ്ട്. ആ പോകുന്ന ആളുകൾ ആരാണെന്ന് നോക്കൂ. അവർ ഒരു വലിയ സാമ്പത്തികമായിട്ട് ഉയർന്നു വന്നിരുന്ന വിഭാഗമാണ്. അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേക്കാൾ കൂടുതൽ അവർക്ക് താല്പര്യം ഉണ്ടാവുക കേന്ദ്രം ഭരിക്കുന്ന അധികാരം കൈയാളുന്ന വലിയ സാമ്പത്തിക ശക്തികളുമായിട്ട്, രാഷ്ട്രീയ ശക്തികളുമായിട്ട് കൂട്ടുകൂടാനാണ്. അതാണ് യഥാർത്ഥത്തിൽ സംഭവം. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ ഒഴിവാക്കിക്കൊണ്ട് താഴെയുള്ള വിഭാഗങ്ങളെ, ഇതൊരു കീഴാളവർഗ രാഷ്ട്രീയം കേരളത്തിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. കേരളത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന കീഴാളവർഗ രാഷ്ട്രീയം വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെൻ്റാണ്. ആ ഡെവലപ്മെൻറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശന് പകരം ഈ തരത്തിലുള്ള സാമൂഹിക പ്രവർത്തകരുണ്ട്. ഇപ്പോൾ പിന്നെ സലീം കുമാറിനെ പോലുള്ള ആളുകളുണ്ട്, കബിക്കാടനെ പോലുള്ള ആളുകളുണ്ട്, ഡോക്ടർ മോഹൻ ഗോപാലിനെ പോലുള്ള ആളുകളുണ്ട്. അവരെയൊന്നും ഈ സാമുദായിക ഈ തരത്തിലുള്ള നവോത്ഥാനത്തിനൊന്നും എവിടെയും കാണുന്നില്ല. നേരെ മറിച്ച് വെള്ളാപ്പള്ളി നടേശനെ കെട്ടിയിരുത്തേണ്ട കാര്യം എന്താണുള്ളത്? ഇവരൊക്കെ ഈ തരത്തിലുള്ള കീഴാള സമൂഹങ്ങളിൽ വരുന്ന ആളുകളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ കക്ഷി രാഷ്ട്രീയപരമായിട്ട് തങ്ങളുടെ താല്പര്യങ്ങളെ സാമൂഹിക വികസനത്തിൻ്റെ ഇതുമായിട്ട് കൂട്ടിക്കെട്ടുകയാണ്. അത് സാമൂഹിക വികസനം കൃത്യമായിട്ട് സാമൂഹിക വിമർശനം കുറെ കൂടി ആഴത്തിൽ നടത്തേണ്ടതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ നിലപാടുകൾ എടുക്കേണ്ടതാണ്. അതെടുക്കുന്നതിൽ പാർട്ടി ലീഡർഷിപ്പ് കേരളത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. റൈറ്റ്. ശ്രീ ഡോക്ടർ ആസാദ്, ഇവിടെ പാർട്ടി ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തെ എങ്ങനെ വിലയിരുത്തണം എന്ന് പോലും മറ്റുള്ളവർക്ക് ഇങ്ങനെ ഉപദേശിക്കേണ്ടി വരുന്നൊരവസ്ഥയുണ്ട്. അതായത് ഇങ്ങനെ സാമുദായിക പാർട്ടികൾ, സാമുദായിക കക്ഷികൾ എന്ത് ചെയ്തു, അവരെങ്ങനെ വോട്ട് മാറി, അങ്ങനെയാണോ അതിനെ കാണേണ്ടത്? അതല്ല, തങ്ങൾ സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടുകൾ ജനങ്ങൾ എങ്ങനെ സ്വീകരിച്ചോ തള്ളിക്കളഞ്ഞു, അങ്ങനെ വിലയിരുത്തണമോ എന്നുള്ള കാര്യത്തിൽ പോലും ഇപ്പോൾ ഒരു അവ്യക്തതയാണ്. അത് അങ്ങനെയാണോ ചെയ്യേണ്ടത്, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, പാർട്ടി എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്, എവിടെയാണ് തിരുത്തേണ്ടത് എന്നുള്ള കാര്യത്തിൽ. അതായത് ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയായി പാർട്ടി സ്വയം മാറിക്കഴിഞ്ഞു, CPM മാറിക്കഴിഞ്ഞു എന്ന് അംഗീകരിക്കുന്നതിൽ പോലും കുഴപ്പമില്ല എന്ന് പാർട്ടി പ്രവർത്തകർ നേതാക്കളും ചിന്തിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞില്ലേ പാർട്ടി? തീർച്ചയായിട്ടും പാർട്ടി മറ്റ് പാർട്ടികളോട് സ്വന്തം പാർട്ടിയെ താരതമ്യപ്പെടുത്താൻ കഴിയുന്ന അവസ്ഥയിലേക്ക് അവരെത്തി. മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത് കഴിയുമായിരുന്നില്ല. കാരണം മറ്റ് പാർട്ടികൾ വലതുപക്ഷ പാർട്ടികളാണ്, അവർക്ക് വേറെ രാഷ്ട്രീയ ലൈനുണ്ട്, അവർക്ക് രീതികളും വേറെയാണ്. അതുമായി ഒരു കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി താരതമ്യമില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെ താരതമ്യപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഈ പാർട്ടിക്ക് ജാതി സംഘടനകളോട് എടുക്കേണ്ട നിലപാട്, ജാതികളോട് എടുക്കേണ്ട നിലപാട് സംബന്ധിച്ചൊക്കെ ഒരു പ്രമേയം കൊണ്ടുവന്ന് 10-15 വർഷമായിട്ടേ ഉള്ളൂ. കേരള സംസ്ഥാന കമ്മിറ്റി അവതരിപ്പിച്ച പ്രമേയം അവരുടെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് വാസ്തവത്തിൽ നേരത്തെ ചെക്കുട്ടി അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. കേരളത്തിൽ അടിസ്ഥാന സമൂഹത്തിൽ എന്തുകൊണ്ടാണ് രാധാകൃഷ്ണനെ പോലെയുള്ള ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തെ ഇവർക്ക് മത്സരിപ്പിക്കാൻ പറ്റുന്നത്? സംവരണ മണ്ഡലത്തിൽ മാത്രമാണ്. ഒരു പൊതു സീറ്റിൽ
ഒരാളെ മത്സരിപ്പിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഒരു ഇത്തരത്തിലെ ഏറ്റവും അടിത്തട്ട് സമൂഹത്തിലുള്ള മനുഷ്യരെ, അതിൽ നിന്ന് ഉയർന്നു വന്ന ഏറ്റവും പ്രമുഖരായ ആളുകളെ പോലും സംവരണ മണ്ഡലത്തിലേക്ക് ഒതുക്കി നിർത്തേണ്ടി വരുന്ന ഒരു ഗതികേടുണ്ടല്ലോ, അല്ലെങ്കിൽ അവിടെ ആ സമീപനത്തിലെ പാളിച്ച അത് വലിയ ഗൗരവതരമായ ഒരു പാളിച്ചയാണ്. സത്യത്തിൽ രാധാകൃഷ്ണനെ മറ്റൊരു സ്ഥലത്ത് പാലക്കാട് മത്സരിപ്പിച്ചിരുന്നെങ്കിൽ അത് വളരെ വ്യത്യസ്തമായൊരു സന്ദേശം കേരളത്തിൽ കൊടുക്കുമായിരുന്നു. അടിത്തട്ട് സമൂഹത്തിന് അതൊരു പുതിയ രാഷ്ട്രീയം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയം മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. അത് അങ്ങനെയല്ലല്ലോ സംഭവിച്ചത്. അപ്പൊ ഇവര് കുറെ കാലമായിട്ട് ഇപ്പോ എന്തുകൊണ്ടാണ് കരീം, കോഴിക്കോട് കരീം മത്സരിക്കുമ്പോൾ ആദ്യം ഇറങ്ങുന്ന പോസ്റ്റർ കരീം ക എന്നാണ്. അങ്ങനെ കരീം ക എന്ന പോസ്റ്റർ വെറുതെ ഉണ്ടാവുന്നതല്ല. അതുപോലെ വടകരയിൽ വന്നിട്ടുള്ള വ്യാജ സംഗതി ഇതൊന്നും വെറുതെ ഉണ്ടാവുന്നതല്ലല്ലോ. അപ്പൊ ഉള്ളിൽ ഇത്തരത്തിലുള്ള ഒരു പ്രയോഗ രീതി, വലതുപക്ഷ പാർട്ടികളുടെ ഒരു പ്രയോഗ രീതിയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. അത് എത്തി വളരെ ഹിംസാത്മകമാവുക. ഇപ്പോ ഇന്നലെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ ഒരു സംഗതി ആലോചിക്കുമ്പോ ഞാൻ എന്റെ മുന്നിലുള്ളതല്ലേ കാണുന്നത്, എന്റെ പിന്നിൽ നടക്കുന്നത് എനിക്ക് അറിയില്ലല്ലോ, ഇദ്ദേഹം എന്താ വിചാരിക്കുന്നത്? പിറകിൽ നടക്കുന്ന വെച്ചാൽ അദ്ദേഹം കടന്നു പോയതിനു ശേഷം അവിടെ നടക്കുന്ന വലിയ മർദ്ദനം, ചെയ്യാൻ പാടില്ലാത്ത ചെയ്തിട്ട് അത് അദ്ദേഹം അറിയുന്നില്ലെങ്കിൽ അദ്ദേഹം എന്ത് മന്ത്രിയായിട്ടിരിക്കാൻ പറ്റുമോ? അതായത് പച്ചയ്ക്ക് വയലൻസ്, നിങ്ങൾ രക്ഷാപ്രവർത്തനം എന്ന എല്ലാ തരത്തിലുള്ള വയലൻസും, ആര് ഈ ഡിവൈഎഫ്ഐയും SFI നടക്കുന്ന വയലൻസ് രക്ഷാപ്രവർത്തനമാണ് എന്ന് പറയണ ഒരു പിന്തുണ കൊടുക്കുകയാണ്. ഇത് എവിടെ ചെന്ന് അവസാനിക്കും? ഒരു പക്ഷേ ABVPക്കോ KSUവിനോ ഭൂരിപക്ഷമുള്ള ക്യാമ്പസിലും അവർ ഇത് തന്നെ ചെയ്യില്ലേ? മറ്റ് സംഘടനകൾക്ക് ഇത് ചെയ്തുകൂടെ? ആർക്കും ചെയ്യാലോ. അപ്പൊ ഇതൊക്കെ രക്ഷാപ്രവർത്തനമായിട്ട് വരും. അതായത് ഒരു സമൂഹത്തെ വയലൻസിലേക്ക് തള്ളിവിടുന്ന രീതിയിലേക്ക് ഒരു മുഖ്യമന്ത്രി തന്നെയല്ലേ പറയുന്നത്. ഇത് ന്യൂനപക്ഷ വിഭാഗങ്ങളിലും ജാതീയ സമുദായങ്ങളിലുമൊക്കെ മറ്റു തരത്തിലുള്ള സ്വത്ത് ഉണർവുകളെ വയലൻസിന്റെ പാതയിലേക്ക് ഹിംസാത്മകമാക്കി മാറ്റാൻ വളരെ വേഗം പ്രേരിപ്പിക്കുന്ന ഒരു സാമൂഹ്യ ഘടനയാക്കി കേരളത്തെ മാറ്റുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും പറയാം, ന്യൂനപക്ഷത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ ഇതന്നെയാണ് ബംഗാളിലുണ്ടായിരുന്ന കാര്യം. നിർഭൻ ചക്രവർത്തി അയച്ച കത്തിലെ പ്രധാനമായൊരു കാര്യം അതാണ്. പാർട്ടി കേന്ദ്രത്തിന് ബംഗാളിലെ മുസ്ലിം ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ആനുകൂല്യം പോലും ജ്യോതിബാസു ഗവൺമെന്റ് കൊടുത്തില്ല എന്നായിരുന്നു. അവിടുത്തെ മുസ്ലിം സമൂഹത്തിന്റെ സ്ഥിതിയും കേരളത്തിലെ സ്ഥിതിയും കൂടി താരതമ്യം ചെയ്താൽ അത് ഇടതുപക്ഷ പ്രസ്ഥാനം മാത്രമല്ല ചെയ്തത്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് എവിടെ പിഴച്ചു എന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ ഇവിടെ ചെക്കുട്ടി പറഞ്ഞ പോലെ ഏറ്റവും അടിത്തട്ട് സമൂഹത്തിൽ ആദിവാസികളുടെയും ദളിതരുടെയും ഇവിടുത്തെ അത്തരം വിഷയങ്ങൾ കൂടി കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നത് നിയോ ലിബറൽ അജണ്ടക്കെതിരായ സമരം അവിടെ നിന്നാണ് ആരംഭിക്കേണ്ടത്. അത്തരം ഒരു സംഗതിയിലാണ് തിരുത്തുകൾ വരേണ്ടതെന്നാണ്. അധസ്ഥിത വർഗത്തിന്റെ പിന്നോക്ക വിഭാഗത്തിന്റെ വോട്ട് തിരികെ നേടണമെങ്കിൽ പാർട്ടി എവിടെ തിരുത്തണം എന്നുള്ള ചർച്ച തീർച്ചയായിട്ടും പാർട്ടിക്ക് തന്നെ ഗുണകരമായി മാറും എന്നുള്ളതാണ്. വളരെ നന്ദി ഡോക്ടർ ആസാദ്, NP ചേക്കുട്ടി, പ്രകാശ് മാസ്റ്റർ ഇത്രയും സംസാരിച്ചതിന് ഇടവേള.